അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഊർജിതമായിട്ട് ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ കുറച്ചു കാലം നമ്മുടെ വെബിനാറുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആ വെബിനാർ സീരീസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ മൈക്രോബയോളജി ALSന്റെ തന്നെ മൈക്രോബയോളജി ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അൻസാർ സാറാണ് ക്ലാസ് എടുക്കുന്നത്. മാൽഡി ടോഫ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു അത്യാധുനിക രീതിയാണത്. അതിനെക്കുറിച്ചൊക്കെ സാർ പറയും. പിന്നെ അപ്പോൾ അത് നമ്മുടെ ഒരു ക്ലാസ് നടക്കുന്നതിനിടയിൽ, അത് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം ഒരു മൈക്രോബയോളജി ക്ലാസ് എടുക്കുന്നതിനിടയിൽ കുറച്ച് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി കൂടി. എന്താണ് ഈ മാൾഡിടോഫിനെ കുറിച്ച് തീരെ പരിചിതരല്ലാത്ത, അല്ലെങ്കിൽ അതിൽ എക്സ്പോഷർ തീരെ ഇല്ലാത്ത കുറച്ച് കുട്ടികൾ അതേക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു വെബിനാർ രൂപത്തിൽ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ മാൾഡിടോഫ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയിൽ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അൻസാർ സാർ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പോഷറും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്ത് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ALSനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമി ഫോർ ലബോറട്ടറി സയൻസ് ലബോറട്ടറി മേഖലയിൽ നടക്കുന്ന എന്ത് തരത്തിലുള്ള നൂതനമായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള ചലനങ്ങൾക്കും ഏത് തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായ, നമ്മുടെ സംഘാടനത്തിന് പ്രധാനപ്പെട്ട ഒരു അജണ്ട കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം സെമിനാറുകൾ, വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിലും മറ്റു ചില പദ്ധതികളൊക്കെ ഉണ്ട്. ക്രമേണ നമുക്കതൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണ്ണമായ പിന്തുണയും സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ALSനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക. ഇതൊരു കോച്ചിങ് സെൻറ്റർ മാത്രമല്ല, കോച്ചിങ് നമ്മൾ ഏറ്റവും ക്വാളിറ്റിയുള്ള കോച്ചിങ് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള MLT റിലേറ്റഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് ഒരു ഉദ്യമമായിട്ട് തന്നെ, നമ്മുടെ ഒരു അടിസ്ഥാന ലക്ഷ്യമായിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് 2-3 പരീക്ഷകൾക്കുള്ള പരിശീലനങ്ങളാണ് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ DME പരീക്ഷകൾക്കുള്ള പരിശീലനമായിരുന്നു. അത് ഭംഗിയായിട്ട് നമുക്കൊരു 6-7 മാസം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ഒരുപാട് കുട്ടികൾ ഏറ്റവും നന്നായിട്ട് അതിൽ സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന തസ്തികയ്ക്കുള്ള PSC പരിശീലനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കുറേ കുട്ടികളുണ്ട്. അവർ ഈ ഡിസംബറിൽ മിക്കവാറും അതിൻ്റെ എക്സാം എഴുതും. നമുക്ക് നല്ല റിസൾട്ട് അതിലും പ്രതീക്ഷിക്കുന്നു. കുട്ടികൾ നന്നായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതിനിടക്കാണ് MSc MLT എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഒരു ചെറിയ ഷോർട്ട് കോഴ്സ് പോലെ ഒരു ക്രാഷ് കോഴ്സ് നടത്തിയത്. അതിൽ വളരെയേറെ സന്തോഷകരമായ കാര്യം, 1ാം റാങ്ക് അടക്കം 1, 4, അതുപോലെ ജിപ്മറിൽ 5ാം റാങ്ക്, ഈ കേരളത്തിലെ 1, 4, 10, 17, 15 റാങ്കുകളൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു. അതിന് പരിശ്രമം നടത്തിയ കുട്ടികൾക്കുള്ള നന്ദിയും സ്നേഹവും അത് അറിയിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ALSനെ കുറിച്ച് പറയാനുള്ളത്. അൻസാർ സാർ റെഡിയാണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് സെഷൻ തുടങ്ങാം. അതിനു മുമ്പ് ഈ ALS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും നമ്മുടെ ചീഫ് പാട്രണും കൂടിയായിട്ടുള്ള ചന്ദ്രൻ സാറ് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാവരും അൻസാറിന്റെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് 1-2 കാര്യം അൻസാറിനെ പറ്റി പറയാണ്. ALSനെ പറ്റിയൊക്കെ ഇപ്പം ലത്തീഫ് സാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അൻസാറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് അതിൽ അഭിമാനമുണ്ട്. ഒരു 4 വർഷം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചതാണ്. അന്നപ്പോൾ തന്നെ നല്ല എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റുഡിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും പിന്നെ പ്രാക്ടിക്കൽ, അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. പറഞ്ഞാൽ പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുമ്പോഴേക്ക് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചൊരു വ്യക്തിയാണ് അൻസാറ്. ക്ലാസ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അൻസാർ പഠിക്കലും മാത്രമല്ല തന്നെ നല്ലൊരു സോഷ്യൽ ഒരു ആക്ടിവിറ്റിയിലൊക്കെ വളരെയധികം ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. ഇത് പൊക്കി പറയുന്നതല്ല, എനിക്ക് അനുഭവത്തിൽ അറിഞ്ഞതാണ്. ഞാൻ അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഉപകാരം ഏത് സമയത്തും എത്തിക്കുന്ന ഒരാളും കൂടിയാണ്. പിന്നെ എല്ലാവരും അറിയാത്ത ഒരു കലാകാരനും കൂടിയാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കും. പലരുടെയും ചിത്രം വരച്ചിട്ടുണ്ട്, എൻ്റെയും ചിത്രം വരച്ചിട്ടുണ്ട്.
പിന്നെ അതൊക്കെ അങ്ങനെയുള്ള ഒരു പല സകല കഴിവുകളുള്ള ഒരാളാണ്. അതിപ്പോൾ അദ്ദേഹം ഈ പുതിയ ഒരു നൂതന സാങ്കേതിക വിദ്യയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പം വരികയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് നിങ്ങളെല്ലാവരും അറിയാത്ത ആൾക്കാരൊക്കെ അത് അറിയട്ടെ, പേര് കേൾക്കാത്തവരൊക്കെ പേര് കേൾക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നതുകൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ അതിന് ALS ഒരു വേദി ഒരുക്കി കൊടുക്കുന്നു. ALS ഇതേമാതിരിയുള്ള പല കാര്യങ്ങളും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് ALS ടീമിൽ നമ്മുടെ ALSന്റെ ഡയറക്ടേഴ്സും പിന്നെ അതിൻ്റെ അമരത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും അതിൽ ഒരു പ്രത്യേകം നന്ദി പറയാണ്. എന്നപ്പോൾ ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി അൻസാർ ക്ലാസ് എടുക്കട്ടെ, അൻസാറിന്റെ ക്ലാസ് എല്ലാവരും കേൾക്കട്ടെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ അൻസർ സാർ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ, ആർക്കും പറയാനില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അൻസാർ ഇപ്പോൾ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഒരു കരിയറും കൂടെ ഞാനൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു മാത്രം. ഓക്കെ, താങ്ക് യു. സ്ലൈഡ് കാണുന്നുണ്ടോ? യെസ്. Okay. So, good evening all. First of all, thank you Chandran sir, Latif sir and all team ALS ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക്കുമായി സംസാരിക്കാൻ ഈ ഒരു ചെറിയൊരു സെഷനിൽ ഒരു സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തതിലേക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എൻ്റെ അധ്യാപകന് കൂടിയാണ് ചന്ദ്രൻ സർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അധ്യാപകന് മുമ്പിൽ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുക എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ദെൻ ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. സോ മാൾഡി ടോഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് എത്രയോ കാലം മുമ്പ് തന്നെ വളർന്നു വരേണ്ടിയിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്ത്യയിൽ ഇതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിൽ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതാണ്, ഒരുപാട് ബെനിഫിറ്റാണ് ഇത് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു കോസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കോസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു അപര്യാപ്തത കൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു കേരളത്തിൽ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ലാബുകളിൽ യൂസ് ചെയ്യാതിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി നമ്മളുടെയൊക്കെ ലാബുകളിൽ നമ്മളുടെ വൈടെക് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റംസുകളൊക്കെ നമ്മളുടെ മൈക്രോബയോളജി ലാബുകളിൽ യൂസ് ചെയ്യുന്നത് പോലെ ഇൻ ഫ്യൂച്ചർ ഈ മാൾഡി ടോഫ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമ്മളുടെ ലാബുകളിൽ ഉണ്ടാവുന്ന ഏറ്റവും മേജർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ hereby, I am starting this session that is Margie Toff that will bring microbiology into this 21st century. So before starting this session, there is a small disclaimer is there. This presentation is only for educational purposes and it does not promote or endorse any specific brand or product. So here some of the newspaper cuttings are given. All this newspaper or all this news are depicting by the bacterial infections, and so many deaths arises due to these bacterial infections. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകൾ വഴിയുള്ള മരണങ്ങളെല്ലാം സംഭവിച്ചത് അതെല്ലാം കണ്ടുപിടിക്കാൻ കുറച്ച് വൈകി എന്നുള്ളത് കൊണ്ടാണ്. ഒരുവിധം നമുക്ക് മെജോറിറ്റി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകളും, എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷനും അല്ല, മെജോറിറ്റി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകളും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ മറ്റുള്ള തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പേഷ്യൻസിനെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. സോ പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകൾ വഴിയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിൻ്റെ ഡയഗ്നോസിസ് കുറച്ച് ലേറ്റ് ആവുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഒരു കൺവെൻഷണൽ കൾച്ചർ മെത്തേഡ് വഴി ഏതൊരു ലാബിൽ നിങ്ങൾ ഒരു യൂറിൻ സാമ്പിളോ അല്ലെങ്കിൽ ഒരു സ്പ്യൂട്ടം സാമ്പിളോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൾച്ചർ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം 3 to 4 days എടുക്കും. മിനിമം ടൈമാണ്. ഓക്കെ, സോ നമ്മളുടെ ഒരു കൺവെൻഷണൽ മെത്തേഡ് വെച്ചുകൊണ്ട് ആ ഒരു ബാക്ടീരിയയെ സ്പീഷീസ് വൈസ് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആന്റിബയോട്ടിക്സുകളൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ആ ഒരു സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ബൈ ദ കൺവെൻഷണൽ മെത്തേഡ്സ്. അപ്പോൾ ആ ഒരു 3 ദിവസം എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഒരു ICUവിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് CSF സാമ്പിൾ വന്നു കഴിഞ്ഞാൽ
മോസ്റ്റ് പ്രോബബിളി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കാണുന്ന പല കേസുകളിലും കാണുന്നത് നമ്മളുടെ ആ ഒരു CSFന്റെ റിസൾട്ട് കൊടുക്കുമ്പോഴേക്കും പേഷ്യന്റ് ഡെത്തായി പോയിട്ടുണ്ടാവും. കാരണം CSFിലൊക്കെ ഒരു ഇൻഫെക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സീവിയർ ആയിട്ടുള്ള കണ്ടീഷൻ, ക്രിട്ടിക്കൽ കണ്ടീഷൻസിലാണ്. സോ അപ്പോൾ നമുക്കൊരു ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ മാൾഡിയുടെ ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നതും അത് തന്നെയൊക്കെ തന്നെയാണ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ പല ഓട്ടോമേഷൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓട്ടോമേഷൻസുകൾ യൂസ് ചെയ്യുന്നത് ബയോകെമിസ്ട്രി ലാബുകളിലും ഹെമറ്റോളജി ലാബുകളിലൊക്കെ തന്നെയാണ്. പക്ഷേ മൈക്രോബയോളജി ലാബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു ബയോകെമിസ്ട്രി ലാബിൽ അല്ലെങ്കിൽ ഹെമറ്റോളജി ലാബുകളിൽ വരുന്ന അത്രത്തോളം സാമ്പിളുകൾ ഒരു മൈക്രോബയോളജി ലാബിൽ വരണമെന്നില്ല. അതിലുപരി മറ്റൊരു മേജറായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോബയോളജിയുടെ റിസൾട്ട് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹ്യൂമൻ്റെ ഒരു ഹാൻഡ് ഏകദേശം നമുക്ക് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. എല്ലായ്പ്പോഴും അല്ല, ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതുകൊണ്ട് ഡിജിറ്റൽ മൈക്രോബയോളജി ലാബുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പരിധി വരെ അവിടെ ഒരു ഹ്യൂമൻ ഹാൻഡ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബയോളജി ലാബിൽ വരുന്ന സാമ്പിൾസുകൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ള സാമ്പിൾസുകളാണ്. ബയോകെമിസ്ട്രി ലാബിൽ നമുക്ക് മെജോറിറ്റി സാമ്പിളുകളും ബ്ലഡ് അല്ലെങ്കിൽ സീറം പ്ലാസ്മ ഒക്കെ തന്നെയാണ് വരുന്നത്, മെജോറിറ്റി സാമ്പിളുകൾ. ഹെമറ്റോളജി ലാബുകളാണെങ്കിലും ഒരു 95% സാമ്പിളുകളും ബ്ലഡ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഓട്ടോമേഷൻസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഈസിയാണ്. പക്ഷേ മൈക്രോബയോളജിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള സാമ്പിൾസുകളാണ് വരിക. ബ്ലഡ് വരാം, യൂറിൻ സാമ്പിൾസ്, സ്പ്യൂട്ടം, സ്റ്റൂൾ, എനി കൈൻഡ് ഓഫ് സാമ്പിൾസ് അത്. സോ അവിടെ ഒരു ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മൈക്രോബയോളജി ലാബുകളിൽ ഓട്ടോമേഷൻസുകൾ വളരെയധികം കുറവായിട്ട് കാണുന്നത്. പക്ഷേ നമുക്ക് എന്നിരുന്നാൽ പോലും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേഷൻസുകളുണ്ട്. ഓട്ടോമേഷൻസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം കുറക്കുക എന്നുള്ളതാണ്. പല ഒബ്ജക്റ്റീവ്സുകളുണ്ട്, പല ബെനിഫിറ്റ്സ്, പ്രോസ് ആൻഡ് കോൺസുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം കുറക്കുക എന്ന് പറയുന്നത്. നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ പേഷ്യൻറ്റിന് ഒരു റൈറ്റ് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ്. Right result for right patient for on a right time. That is the basic objective of this automation. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓട്ടോമേഷൻസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മൈക്രോബയോളജി ലാബിൽ നമുക്ക് മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓട്ടോമേഷൻസിൽ വരുന്നതാണ് വൈടെക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റംസുകൾ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി സിസ്റ്റംസുകൾ, അതേപോലെ തന്നെ വരുന്ന ഒന്ന് തന്നെയാണ് മാൾഡി ടോഫ് എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, സോ അത്തരത്തിലുള്ള ഓട്ടോമേഷൻസുകൾ നമ്മൾ ഇൻ ഫ്യൂച്ചർ എന്തായാലും നമ്മുടെ ലാബുകളിൽ വരും. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഒരു കരിക്കുലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റീസെൻറ്റ് ടൈമിലൊന്നും നമ്മൾ കൂടുതലായിട്ട് പഠിക്കാത്ത ഒരു എക്യുപ്മെൻ്റ് ആണ് മാൾഡി ടോഫ് എന്ന് പറയുന്നത്. വൈടെക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റംസുകൾ ഒരുവിധം മെജോറിറ്റി ആളുകളും ഇപ്പോൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും. മുമ്പ് പഠിച്ച ആളുകൾക്കൊന്നും ചിലപ്പോൾ അത് അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരെന്നാലും പ്രാക്ടിക്കലേക്ക് അത് പഠിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ മാൾഡി എന്ന് പറയുന്നതും ഇൻ ഫ്യൂച്ചർ നമ്മുടെയൊക്കെ ലാബുകളിൽ വരാൻ പോകുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വെബിനാർ എന്നതിലുപരി ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റംസുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രൊസീജിയർ ബേസിലൊക്കെയാണ് പറയുന്നത്. ഒരു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധികളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. Okay, and here some of the journals are given. All these so many kind of studies are undergoing on this MALDI-TOF. MALDI-TOFിന്റെ ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ്, കമ്പാരിസൺസ്, ഇവാലുവേഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റഡി ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എമേർജിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് മാൾഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് MALDI-TOF MS? ഓക്കെ, മാൾഡിയുടെ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ MALDI-TOF MS. സോ ഈ MALDI-TOF MS എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം മാത്രമാണ്. അതിൻ്റെ ഫുൾ നെയിം ആയിട്ട് പറയുന്നത് മെട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നതാണ്. ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പേരിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് മാൾഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പേരുകളിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിളും മെക്കാനിസം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എന്ന് പറയുന്നത് ഞാനൊരു മൈക്രോബയോളജി ലാബിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. പിക്ചറിൽ ഒരുപാട് ട്യൂബ്സുകൾ കാണുന്നുണ്ടല്ലേ. ഒരു കൺവെൻഷണൽ മെത്തേഡ് വഴി നമുക്ക് ബാക്ടീരിയകളുടെ സ്പീഷീസ് വൈസ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ്
ട്യൂബ്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്പീഷീസ് വൈസ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ സാധാരണ നമ്മുടെ ലാബുകളിൽ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ ചെയ്യുമ്പോൾ ICUT പാനലോ അല്ലെങ്കിൽ ഇൻവിക് പാനലോ ഒക്കെ ചെയ്യും. പക്ഷെ അതിലും നമുക്കൊരു സ്പീഷീസ് വൈസ് ഒന്നും കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്പീഷീസ് വൈസ് ഇപ്പോൾ ഒരു അസിനറ്റോബാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് അസിനറ്റോബാക്ടർ ബഹുമാനിയാണോ അസിനറ്റോബാക്ടർ ലൗഫിയാണോ എന്നൊക്കെ സ്പീഷീസ് വൈസ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അതർ ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഒരു സാമ്പിളിൽ നിന്ന് ഒരു പേഷ്യൻറ്റിൽ നിന്നുള്ള ഒരു സാമ്പിളിൽ നിന്ന് ഉള്ള ഒരു ബാക്ടീരിയനെ സ്പീഷീസ് വൈസ് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 5 to 10 ട്യൂബ്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ട്യൂബിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള മീഡിയം ആവശ്യമായിട്ടുണ്ട്. മീഡിയം നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ കോസ്റ്റ് ചില ഡീഹൈഡ്രേറ്റഡ് മീഡിയൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റാണ്. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ നമുക്ക് എന്താണ് വാഷ് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അതിനൊക്കെ വേസ്റ്റ് ഡിസ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും വേസ്റ്റ് നമ്മൾ കണ്ടം ചെയ്യണം. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഹാക്ടിക് പ്രൊസീജിയറുകളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു മാൾഡി ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് മാൾഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് ലത്തീഫ് സാർ തന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം 1 to 1.5 hours ആണ്. സോ ആ ഒരു സമയത്തിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് സംസാരിക്കാം. അതായത് മാൾഡി ടോഫിനെ കുറിച്ചിട്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതേപോലെ തന്നെ അതിൻ്റെ സ്മോൾ ഹിസ്റ്ററി ആൻഡ് വർക്ക് ഫ്ലോ, കമ്പോണൻസുകൾ, അതിൻ്റെ സാമ്പിൾ പ്രിപ്പറേഷൻസുകൾ, ബെനിഫിറ്റ്സ് ഓഫ് മാൾഡി ടോഫ്, ലിമിറ്റേഷൻസ് ഓഫ് മാൾഡി ടോഫ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം മാൾഡി ടോഫ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാൾഡി ടോഫ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് നോക്കാം. ദിസ് ഈസ് ദ ടൈം ലൈൻ ഓഫ് മാൾഡി ടോഫ്. മാൾഡി എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കവറി അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻഷൻസുകൾ പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ട്. 1900s ഇയേഴ്സിൽ തന്നെ മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന ടെക്നിക്സുകളുണ്ട്. മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാൾഡി ടോഫ് എന്ന് പറയുന്നത്. സോ ഫ്രാൻസിസ് W. ആസ്ട്രോൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് മാസ് സ്പെക്ട്രോമെട്രി കണ്ടുപിടിച്ചത്. അതിനുശേഷം അതിൻ്റെ ഫർദർ ഡെവലപ്മെന്റ് ആയിട്ട് ഇലക്ട്രോൺ സ്പ്രയോണൈസേഷൻസ് 1980 വന്നു. അതിനുശേഷം 1985 മാൾഡി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തത് ബൈ കാരാസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അതേപോലെ തന്നെ ഹില്ലൻകാം എന്ന് പറയുന്ന അസിസ്റ്റന്റ് കൂടെയാണെന്ന് ഒരു മാൾഡി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തത്. സോ ആക്ച്വലി ഈ മാൾഡി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസിങ് ഫോർ ദ അനാലിസിസ് ഓഫ് പ്രോട്ടീൻസ് അനാലിസിസിന്റെ വേണ്ടിയിട്ട്, ദറ്റ് ഈസ് പ്രോട്ടിയോമിക്സിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് മാൾഡി യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഈ പ്രോട്ടീൻ അനാലിസിസുകൾ അല്ലെങ്കിൽ ഈ മാക്രോ മോളിക്യൂൾസിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള പല രീതിയിലും ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചത്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബാക്ടീരിയനെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 16S റൈബോസോമൽ പ്രോട്ടീൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ DNA സീക്വൻസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് 16S DNA സീക്വൻസിങ് ആണ് ചെയ്യുന്നത്. സോ അവിടെ ചെയ്യുന്നത് ആ റൈബോസോമൽ പ്രോട്ടീൻസിന്റെ സീക്വൻസിങ് തന്നെയാണ് ചെയ്യുന്നത്. ഈ റൈബോസോമൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഓരോ ബാക്ടീരിയക്കും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ റൈബോസോമൽ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻസ് ഫോർ ഈച്ച് ബാക്ടീരിയ അല്ലെങ്കിൽ ഈച്ച് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള അതും ഒരു പ്രോട്ടീനാണ്. സോ ആ പ്രോട്ടീൻസ് വെച്ചുകൊണ്ട് നമുക്ക് അതിനെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് 1990 ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പല പല ഡെവലപ്മെന്റ്സുകൾ വന്നു. ഒരുപാട് ഡാറ്റാബേസുകൾ, കൊമേഴ്ഷ്യൽ ഡാറ്റാബേസുകൾ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം 2002 ഷിമാറ്റ്സു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് ആദ്യമായിട്ടൊക്കെ ഈ മാൾഡി ടോഫ് കൊമേഴ്ഷ്യലിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു കമ്പനിയാണ് ഷിമാറ്റ്സു എന്ന് പറയുന്ന ഒരു ജാപ്പാനീസ് കമ്പനിയാണ്. സോ അവിടെയുള്ളൊരു സയന്റിസ്റ്റ്, ഒരു ജാപ്പനീസ് എഞ്ചിനീയർ ആണ് കിയോഷി ടാനാക്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇതിലുള്ള ഒരുപാട് നോവൽ ഡിസ്കവറീസിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസസ് കിട്ടി ഈ ഒരു മാൾഡിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 2002. ഓക്കെ, ആൻഡ് ഇപ്പോൾ 2020 ഒക്കെ ആയപ്പോഴേക്കും അതിൻ്റെ പല പല ബ്രാൻഡുകൾ പല പല കോമ്പാക്ട് ഫോംസിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് എൻലാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഏകദേശം ഒരു റെഫ്രിജറേറ്ററിന്റെ ഷേപ്പിലുള്ള അത്രയും സൈസുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ സൈസുള്ള മെഷീൻസുകൾ ആയിരുന്നു. ഇപ്പോൾ അതിന് വളരെ ടേബിൾ ടോപ്പ് ആയിട്ടുള്ള വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പോഴത്തെ അപ് ടു യെറ്റ് നൗ നമ്മുടെ ഒരു മാൾഡിയുടെ ഒരു സ്മോൾ ടൈം ലൈൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഹില്ലൻകാം ആൻഡ് കാരാസ് എന്ന് പറയുന്ന രണ്ട് എമിനന്റ് സയന്റിസ്റ്റുകൾ. ഇവരാണ് ആദ്യമായിട്ട് മാൾഡി
ഡിസ്കവർ ചെയ്തത്. ആൻഡ് പല ബ്രാൻഡുകൾ മാൾഡിടോഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയിൽ മെയിനായിട്ട് ചെയ്യുന്ന 2 ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ബ്രൂക്കറും അതുപോലെ തന്നെ ബയോമെറിക്സ് എന്ന് പറയുന്ന 2 ബ്രാൻഡാണ്. മറ്റുള്ള അതർ ബ്രാൻഡ്സുകളും വരുന്നുണ്ട്, റണ്ണർ, ഷിമാസു, ഹാർഡി, അങ്ങനെ പല ബ്രാൻഡുകൾ വരുന്നുണ്ട്. നമ്മളുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കറണ്ട്ലി മാൾഡി യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ അറിവിൽ ഒരു 4-5 ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, മലബാർ ക്യാൻസർ സെൻറ്റർ, ശ്രീചിത്ര, RCC, ട്രിവാൻഡ്രം RCC, അതേപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് എൻ്റെ ഒരു അറിവിലുള്ളൂ. ഇനി അതിനുശേഷം വന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഗവൺമെന്റ് സെക്ടറിൽ കേരള സർക്കാരിന്റെ കീഴിൽ വരുന്നതിൽ ആകെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് ഒരു അറിവില്ല. പക്ഷേ എനിവേ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് ബയോമെറിക്സിന്റെ മെഷീൻസ് തന്നെയാണ്. സോ നമ്മളുടെ കേരളത്തിലേക്ക് വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ബഡ്ജറ്റ് വൈസ്ഡ് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് മെജോറിറ്റി സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ആ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് വൈടെക് MS ആണ്. ഓക്കെ, സോ പൊതുവേ ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈടെക് എന്ന് നമ്മൾ പറയാറുള്ളത് പൊതുവേ നമ്മുടെ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റംസിനാണ്. പക്ഷേ ഇതിനും ഈ മാൾഡിടോഫിന്റെ ഈ ഒരു മെഷീനും പറയുന്ന പേര് വൈടെക് MS എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ തന്നെ ടാബിൾ ടോപ്പ് മോഡൽസുകളൊക്കെ ഉണ്ട്, വൈടെക് MS പ്രൈം, അങ്ങനെ ഡിഫറെന്റ് വേരിയൻസുകൾ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക് ബ്രാൻഡ്സ് ഓഫ് മാൾഡിടോഫ് എന്ന് പറയുന്നത്. സോ അതിൽ ഞാൻ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബയോമെറിക്സിന്റെ, കാരണം നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് ബയോമെറിക്സ് ആണ്. അപ്പോൾ അതിന്റെ ജസ്റ്റ് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെക്കാനിസംസ് ഒന്നും വ്യത്യാസമില്ല, എല്ലാം സെയിം തന്നെയാണ്. അതിന്റെ ഒരു എന്താ പറയുക, ചെറിയ പ്രോട്ടോക്കോൾ ചെറിയ വ്യത്യാസം വരുന്നതെന്ന് മാത്രം. ആൻഡ് ദെൻ ബിഫോർ ദാറ്റ് വി ഷുഡ് നോ ദ പ്രിൻസിപ്പിൾ. മാൾഡിടോഫ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അതിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് MS, ദാറ്റ് ഈസ് മാസ് സ്പെക്ട്രോമെട്രി. Mass spectrometry means measuring. Spectrum means a graph, a spectrum. Mass means nothing but mass. So ഒരു അയോണിന്റെ മാസ് വെച്ചുകൊണ്ട് അതിനെ മെഷർ ചെയ്തുകൊണ്ട് മാസിനെ മെഷർ ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബേസിക്കലി മാസ് സ്പെക്ട്രോമെട്രി. ഓക്കെ, നമുക്ക് കുറച്ച് ഒരു കൺസൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആൻഡ് വൈഡ് ഒരു എന്താ പറയുക തിയറി ഒക്കെ തന്നെയാണ് ഫിസിക്സിൽ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അതിനെ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പല തരത്തിലുള്ള അയോൺസുകളാക്കി മാറ്റുന്നു. ഓക്കെ, ഒരു മോളിക്യൂളിനെ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പല അയോൺസുകളായിട്ട് മാറും. ഈ അയോണൈസ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസുകൾ, അയണൈസ്ഡ് പാർട്ടിക്കിൾസിന് എല്ലാം പലതരത്തിലുള്ള മാസുകളായേക്കാം, പല ചാർജസുകളായേക്കാം, പല വ്യത്യാസങ്ങളുണ്ടാവും. സോ ഈ അയണൈസ്ഡ് പാർട്ടിക്കിൾസുകളെല്ലാം തന്നെ ഒരു വാക്വം ട്യൂബിലൂടെ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ മൂവ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉണ്ട് അല്ലെ, ½ mv² കൈനറ്റിക് എനർജി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സോ അതിലറിയാം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരു സ്മോൾ മാസുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ അതിന് വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഒരു ഡിസ്റ്റൻസിലൂടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ മാസിലുള്ള അയോൺസ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മൂവ് ചെയ്യും. ഹെവിയർ മാസുള്ള അയോൺസുകളാണെന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും, അതിന് എന്താണ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, വെലോസിറ്റി കുറവായിരിക്കും. സോ ഈ വെലോസിറ്റിയെ നമ്മൾ ടൈമിന്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പറയാം സ്മോൾ മാസ് ആയിട്ടുള്ള അയോൺസുകൾക്ക് കുറഞ്ഞ സമയം മതി, ലെസ് ടൈം നീഡഡ്. ആൻഡ് മോർ ഹെവിയർ മാസ് ആയിട്ടുള്ള അയോൺസുകൾക്ക് നീഡ് മോർ ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് ടൈമും മാസും തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. That is mainly basically the basic principle of the time of flight. Okay, so അതിന് ഫ്ലൈറ്റ് ചെയ്യാൻ, അതിന് മൂവ് ചെയ്യാനുള്ള ആ ഒരു സമയത്തിന്റെ ബേസിസിലാണ് മാൾഡിടോഫ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി നോക്കിയാൽ മതി. അതായത് ഇവിടെ ഈ ഒരു ഫങ്ഷൻസുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ടാർഗറ്റ് പ്ലേറ്റ് ഉണ്ടാവും. ദറ്റ് ഈസ് നത്തിങ് ബട്ട് എ സോളിഡ് സർഫേസ്. ഈ സോളിഡ് സർഫസിലേക്ക് നമുക്ക് വേണ്ട അനലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ബാക്ടീരിയൽ കോളനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ കോളനിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
സോ ആ ഒരു കോളനി നമ്മൾ ആ ടാർഗറ്റ് പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഒരു സാധാരണ ഒരു സർഫസാണ്. ആ ടാർഗറ്റ് പ്ലേറ്റിലേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ജസ്റ്റ് ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. കെമിക്കൽ സൊല്യൂഷൻ ആണ് മെട്രിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ മെട്രിക് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു. അത് മാത്രമേ നമുക്ക് അവിടെ ഒരു ഇൻ ഹാൻഡ് ആയിട്ട് നമ്മുടെ കൈ കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുള്ളൂ. ബാക്കി എല്ലാം മെഷീനകത്ത് ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് നമുക്ക് വളരെ ലാബ് ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. വളരെ ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡേ ഉള്ളൂ. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡേ ഉള്ളൂ. സോ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ബാക്കി കാര്യങ്ങളാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെക്കാനിസംസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കൊരു മാൾഡി ഒരാൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു പ്രൊസീജിയർ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ലാബ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ ട്രബിൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മെക്കാനിസംസുകൾ, ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ വർക്കിംഗ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ബാക്കിയുള്ള ഈ മെക്കാനിസംസ് അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. സോ നമ്മൾ അത്തരത്തിൽ ആ ലോഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് പ്ലേറ്റിന്റെ മുകളിൽ എന്താ ഉള്ളത്? നമ്മുടെ അനലൈറ്റ് ഉണ്ട്, അതിന് മുകളിൽ മെട്രിക്സ് ഉണ്ട്. എന്നിട്ട് മെഷീനിനകത്തേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനകത്ത് നിന്നും ഒരു ലേസർ ബീം നേരെ വരും. ഈ ലേസർ ബീം വന്നിട്ട് നമ്മളുടെ ഈ ഒരു അനലൈറ്റിന്റെ മുകളിലേക്ക് വന്നിട്ട് പൾസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നമ്മളുടെ അനലൈറ്റ്സിലുള്ള റൈബോസോമൽ പ്രോട്ടീൻസിനൊക്കെ, അതായത് അവിടുത്തെ പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എല്ലാം അയണൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈ അയണൈസ് ചെയ്ത പാർട്ടിക്കിൾ എല്ലാം അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യും. അവിടെ നിന്നും എന്ത് ചെയ്യുന്നു? പുറത്തോട്ടേക്ക് വരും. ഈ അയണൈസ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ എല്ലാം തന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ബീം വെച്ചിട്ടും അതിനെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചില ഇലക്ട്രോ മാഗ്നറ്റിക് ട്യൂബ്സുകൾ, അതേപോലെ തന്നെ ഒരു വാക്വം ട്യൂബ്സുകളൊക്കെ അവിടെ ഉണ്ടാവും. ഈ വാക്വം ട്യൂബിലൂടെ ഈ അയണൈസ്ഡ് പാർട്ടിക്കിൾസുകൾ ഇങ്ങനെ മൂവ് ചെയ്യും. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ലെസ് മാസ് ആയിരിക്കുന്ന അയോൺസുകൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. മാസ് കൂടിയിട്ടുള്ള അയോൺസുകൾ കുറച്ച് സമയമെടുത്തിട്ട് മൂവ് ചെയ്യുന്നു. അത്തരത്തില് ആ ടൈമിന്റെ ഡിപ്പെൻസ് അപ്പോൺ ആയിട്ടാണ് ഓരോരോ അയോൺസുകൾ മൂവ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ട്യൂബിന്റെ ഏറ്റവും എൻഡിലായിട്ട് ഒരു ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ഈ ഡിറ്റക്ടറിലേക്ക് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഓരോ അയോൺസുകൾ വരുന്നത്. ഈ അയോൺസുകൾ വന്ന് ഈ ഡിറ്റക്ടറിൽ ടച്ച് ചെയ്യുമ്പോൾ ഓരോ ഫസ്റ്റ് അയോൺ വരുമ്പോൾ ഒരു പ്ലോട്ട് അവിടെ വരും, ആൻഡ് സെക്കൻഡ് അയോൺ വരുമ്പോൾ സെക്കൻഡ് പ്ലോട്ട് വരും. അങ്ങനെ ഓരോരോ അയോൺസുകൾ വരുമ്പോൾ അവിടെ ഓരോരോ സ്പെക്ട്രംസുകൾ ഇങ്ങനെ ഫോം ചെയ്യും. സോ ദിസ് ഈസ് ദ ബേസിക് സ്പെക്ട്രം ഓഫ് മാൾഡിറ്റോഫ് ആൻഡ് ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ മാൾഡിറ്റോഫ് ഇൻസ്ട്രുമെന്റ്. നമ്മളൊരു അനലൈറ്റ് കൊടുത്തു, ആ അനലൈറ്റിനെ ഒരു സ്പെക്ട്രം ആക്കി മാറ്റി. അതാണ് ബേസിക്കലി മാൾഡിയുടെ അകത്ത് നടക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പെക്ട്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഇത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഈക്കോളൈ ആണെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെയാണ് അടുത്ത മറ്റുള്ള കാര്യം നടക്കുന്നത്. ദാറ്റ് ഈസ് കമ്പയറിങ്. നമ്മൾ ഓൾറെഡി നമ്മളുടെ ഇൻസ്ട്രുമെന്റിൽ മാൾഡിറ്റോഫുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഡാറ്റാബേസുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഡാറ്റാബേസിനകത്ത് ഏകദേശം 2000-ഓളം ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഒക്കെ എന്താണ് ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ മീൻസ് ഇപ്പോൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇത്തരത്തിലാണ്, അല്ലെങ്കിൽ ഈക്കോളൈ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇത്തരത്തിലാണ്. അങ്ങനെ അത്തരത്തിൽ പല പല ഗ്രാഫുകൾ നമ്മൾ ഡാറ്റാബേസിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അത്തരത്തിൽ ഏകദേശം 2000-ഓളം ഓർഗാനിസത്തിന്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡാറ്റാബേസിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് നമ്മുടെ ഡാറ്റാബേസിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നതിന് നമുക്ക് 2 തരത്തിലുണ്ട്. ഡയഗ്നോസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാബേസ് ഉണ്ട്, റിസർച്ച് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ഉണ്ട്. അതൊന്നുമല്ല, ഈ റിസർച്ച് പർപ്പസിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ 2000 എന്ന് പറയുന്നത് 3000-ഓളം ഓർഗാനിസംസ് വരും. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റിയ ഏകദേശം 10,000-2000 മാത്രമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ റിസർച്ച് ഡാറ്റാബേസ് ഒന്നും ഡയഗ്നോസ്റ്റിക് ഡാറ്റാബേസ് എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ എനിവേ അത്തരത്തിൽ ഡാറ്റാബേസിനകത്ത് എന്താണ് സ്പെക്ട്രം ഉണ്ടായിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പെക്ട്രം എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ വഴി എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മളുടെ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കമ്പാരിസൺ വൈസ് അപ്പോൾ മെഷീന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇറ്റ് ഈസ് സിമിലർ ടു സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഡാറ്റാബേസ്. അങ്ങനെ നമുക്ക് എന്താണ് അവിടെ ഇൻസ്ട്രുമെന്റിനകത്ത് തന്നെ സോഫ്റ്റ്വെയർ ത്രൂ നമ്മളോട് പറയും എന്താണ് ഇത് ഈസ് സിമിലർ ടു സ്റ്റഫൈലോകോക്കസ് ഓറിയസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഓക്കെ, അപ്പൊ അതിന് ഏകദേശം ഒരു 95%, മോർ ദാൻ 95% ഒക്കെ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന അനലൈറ്റ് എന്ന് പറയുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് എന്ന്. സോ ഇറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാൾഡിറ്റോഫ്.
ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആകെ ആ ഒരു സാമ്പിളിലേക്ക്, നമ്മുടെ ടാർഗറ്റ് സ്ലൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് സാമ്പിൾ സ്പോട്ട് ചെയ്യുന്നു, മെട്രിക്സ് ആഡ് ചെയ്യുന്നു, മെഷീനകത്തേക്ക് ലോഡ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് നടക്കുന്നു. എന്നിട്ട് ഏകദേശം സമയം എന്ന് പറയുന്നത് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 to 20 മിനിറ്റ്സ് ആകുമ്പോഴേക്കും മെഷീൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിൽ കാണിക്കുകയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോളനി എന്ന് പറയുന്നത് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ആണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏകദേശം 24 അവർ അല്ലെങ്കിൽ 48 അവേഴ്സ് എടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. ഓക്കെ, സ്റ്റെഫിലോകോക്കസ് ഓറിയസിന് അത്രയും സമയമൊന്നും വേണ്ട, 24 അവർ കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഏകദേശം ഒരു 48 അവേഴ്സ് എടുക്കാറുണ്ട് നോർമലി. സോ ആ ഒരു 48 അവേഴ്സ് കൊണ്ട് എടുക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്കൊരു ഓവർനൈറ്റ് കൾച്ചറിൽ നിന്നും എടുക്കുന്ന മാൽഡി ടോഫിലേക്ക് കൊടുത്തിട്ട് നമുക്ക് അവിടെ എന്താണ് ഏകദേശം ഒരു 10 to 20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് എക്സ്ട്രാ നീഡഡ് ആയിട്ട് വരുന്നുള്ളൂ നമ്മുടെ കയ്യിൽ ഒരു ഓവർനൈറ്റ് കൾച്ചർ മീഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ എത്രത്തോളം നമുക്ക് അവിടെ ടേൺ അറൗണ്ട് ടൈം കുറക്കാൻ പറ്റുന്നുണ്ട്? ഏകദേശം 1-2 ദിവസം നമുക്ക് അവിടെ ടേൺ അറൗണ്ട് ടൈം കുറക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് മെക്കാനിസം ഓഫ് മാൽഡി ടോഫ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ? യെസ് ഓർ നോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് അതും കൂടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു വാക്വം ട്യൂബാണ്. അതിന്റെ ഏറ്റവും എൻഡിലായിട്ടൊരു സാമ്പിൾ പോർട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് സ്ലൈഡ്, ഇതൊരു ഇജക്ഷൻ ടൈപ്പ് ഓഫ് മാൽഡി ഇൻസ്ട്രുമെന്റ് ആണെന്ന് മാത്രം. സോ ആ ടാർഗറ്റ് സ്ലൈഡിൽ നിന്ന് നമ്മുടെ അനലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്മളുടെ സാമ്പിൾ കോളനിയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ലേസർ ബീം വഴി എന്ത് ചെയ്യുന്നു, അവിടെ അയണൈസേഷൻസ് സംഭവിക്കുന്നു. ആ അയണൈസേഷൻസ് സംഭവിക്കുമ്പോൾ അതിലുള്ള ഓരോ പാർട്ടിക്കിൾസിനും അയണൈസ്ഡ് ആക്കി മാറ്റുന്നു. ആ അയണൈസ്ഡ് പാർട്ടിക്കിൾസുകൾ ഒരു ആക്സിലറേഷൻ ട്യൂബിലൂടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് പ്ലേറ്റ്സുകളാണ് രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ വാക്വത്തിലൂടെ അത് മൂവ് ചെയ്യുന്നു അതിന്റെ മാസിന്റെ ബേസിസിൽ. ഓക്കെ, സോ അങ്ങനെ അതിന്റെ എൻഡിലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡിറ്റക്ടർ ഉണ്ടാവും. ആ ഡിറ്റക്ടർ വഴി എന്ത് ചെയ്യുന്നു, ആ അവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ആ ഓരോരോ അയോൺസുകൾ എന്ത് ചെയ്യുന്നു, അവിടെ വന്ന് ഡിറ്റക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഡിറ്റക്ടർ ത്രൂ എന്ത് ചെയ്യുന്നു, ഒരു നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ഒരു സ്പെക്ട്രം, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫിന്റെ ബേസിസിലാണ് പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസൾട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാൽഡി ടോഫ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ മാൽഡിയുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് എങ്ങനെ മാൽഡി ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെയാണ്, വാട്ട് ഈസ് ദ കമ്പോണൻസ് ഓഫ് മാൽഡി? ഒരു മാൽഡി ചെയ്യുവാൻ നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്കൊരു കൺവെൻഷണൽ മെത്തേഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ടെസ്റ്റ് ട്യൂബ് വേണം, വയർ ലൂപ്പ് വേണം, അല്ലെങ്കിൽ എന്താ പറയുക, മീഡിയ വേണം, കൾച്ചർ മീഡിയ വേണം, അത് ഇൻക്യുബേറ്റർ വേണം. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി. ഒരു മെട്രിക്സ് സൊല്യൂഷൻ വേണം, പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് സ്ലൈഡ് വേണം, ഒരു ഡിസ്പോസബിൾ ലൂപ്പ് വേണം, ഒരു കാലിബ്രേറ്റർ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഒരു ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന്റെ കേസിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഈ മറ്റുള്ള ചില ഐഡന്റിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ബാക്ടീരിയക്ക് മാത്രമല്ല നമ്മൾ മാൽഡി യൂസ് ചെയ്യുന്നത്. മറ്റുള്ള പല ഈസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം, മോൾഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം, മൈക്കോബാക്ടീരിയം, നൊക്കാഡിയ, ബ്ലഡ് കൾച്ചർ പോസിറ്റീവ് സാമ്പിൾസുകൾ, അങ്ങനെ പല പല തരത്തിലുള്ള ഓർഗാനിസത്തിനുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാൽഡി ടോഫുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കുറച്ചധികം കമ്പോണൻസുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എത്തനോൾ, അസെറ്റോനൈട്രൈൽ, ഫോമിക് ആസിഡ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ നോർമലി നമുക്കൊരു ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊന്നും വേണ്ട. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അതിലുള്ള ഓരോ കമ്പോണൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കമ്പോണൻസുകളിലേക്ക് ഫസ്റ്റ് വൺ ടാർഗറ്റ് സ്ലൈഡ്. എന്താണ് ടാർഗറ്റ് സ്ലൈഡ് എന്നുള്ളത്? സോ ടാർഗറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സോളിഡ് സർഫസ് ആണ്. നമുക്ക് ഒരു അനലൈറ്റിനെ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോളിഡ് സർഫസ് ആണ് ടാർഗറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് പല ബ്രാൻഡ്സിനനുസരിച്ചിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബയോമെറിക്സ് ബ്രാൻഡിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ടാർഗറ്റ് സ്ലൈഡ് ആണ്. നമ്മുടെ മൈക്രോസ്കോപ്പിക് സ്ലൈഡ് പോലെ തന്നെ അത്രയും സൈസുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അതിന് മുകളിൽ ജസ്റ്റ് ഒരു സ്റ്റെയിൻലെസ് കോട്ടിംഗ് പോലെയുള്ള ജസ്റ്റ് ഒരു കോട്ടിംഗ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അത് പ്ലാസ്റ്റിക് മീൻസ് ഒരു ഫൈബർ ലൈക്ക് മെറ്റീരിയൽ ആണ്.
മറ്റേത് ബ്രൂക്കർ പോലെയുള്ള ബ്രാൻഡ്സിൻ്റെതാണ്, കുറച്ച് അത്യാവശ്യം ഹെവി വെയിറ്റ് ആയിട്ടുള്ള മെറ്റൽ പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത് മറ്റുള്ള ബ്രാൻഡ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം നമുക്കൊരു മോർ ദാൻ 90 എബോ സാമ്പിൾസുകളൊക്കെ നമുക്ക് എന്താണ് അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബയോമെറിക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ടാർഗറ്റ് സ്ലൈഡ് ആണ്. അതിൽ നമുക്ക് അറ്റ് എ ടൈം 48 സാമ്പിൾസുകളാണ് സ്പോട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ആ സ്ലൈഡിനെ നമുക്ക് 3 ഗ്രൂപ്പ്സുകളാക്കിയിട്ടാണ് അതിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 48 സ്പോട്ടുകളാണ് വരുന്നത്. ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഓരോ ഡാർക്ക് ഗ്രേ കാണുന്ന ഈ ഏരിയകളാണെന്ത് അതിന്റെ സ്പോട്ടുകൾ എന്ന് പറയുന്നത്. സ്പോട്ട് മീൻസ് നമുക്ക് കോളനി അപ്ലൈ ചെയ്യാനുള്ള സ്ഥലം. ഈ ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോളനി അപ്ലൈ ചെയ്യുന്നത്. ഒരു സ്ലൈഡിൽ 3 ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. 16 സ്പോട്ടുകളുടെ 3 ഗ്രൂപ്പുകളാണ് ഒരു സ്ലൈഡിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലാബിൽ നമുക്ക് 3 കോളനിയാണ് അല്ലെങ്കിൽ 3 ബാക്ടീരിയനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ 3 സാമ്പിളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനെന്നുണ്ടെങ്കിൽ 3 കൾച്ചർസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സ്പോട്ടിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് നേരിട്ട് അതിനെ ഇൻസ്ട്രുമെന്റിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് നമ്മൾ മെട്രിക്സ് ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ഓരോ ഗ്രൂപ്പിനകത്തും ചെറിയ 3 സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാം, ഓരോരോ സ്പോട്ട് വീതം. അതായത് 3 ഗ്രൂപ്പിനും ഓരോ സ്പോട്ട്, ചെറിയ ഇന്റർമീഡിയറ്റ് ആയിട്ട് ചെറിയ സ്മോൾ സ്പോട്ട് കാണാം സെന്ററിലായിട്ട്. ദാറ്റ് ഈസ് കാലിബ്രേറ്റർ സ്പോട്ട്. അവിടെ നമ്മളൊരു കാലിബ്രേറ്റർ കൂടെ അപ്ലൈ ചെയ്യണം. കാലിബ്രേറ്റർ നമ്മൾ ബയോകെമിസ്ട്രി ലാബുകളിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നു കാലിബ്രേറ്റേഴ്സ് അല്ലേ. സോ കാലിബ്രേറ്റേഴ്സ് ക്യൂസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാലിബ്രേറ്റർ യൂസ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്ന കാലിബ്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഈക്കോളൈ ATCC സ്ട്രെയിൻ ആണ്. 8739 എന്ന് പറയുന്ന ഒരു ATCC സ്ട്രെയിൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാലിബ്രേറ്റർ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ആ ഒരു കാലിബ്രേറ്റർ സ്ട്രെയിനിൽ നിന്നും ഒരു കോളനി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ കാലിബ്രേറ്റർ സ്പോട്ടിലേക്ക് ജസ്റ്റ് സ്പോട്ട് ചെയ്യുന്നു. ഈ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഒരു കൾച്ചർ പ്ലേറ്റ് അല്ലെങ്കിൽ ഇനോക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കൾച്ചർ പ്ലേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഐസൊലേറ്റഡ് കോളനി എടുക്കുന്നു. എന്തെങ്കിലും ചെറിയൊരു ഡിസ്പോസിബിൾ ലൂപ്പ് കൊണ്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ടോ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും പിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേ കളറിൽ കാണുന്ന ഏരിയയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്നിങ്ങനെ സ്പോട്ട് ചെയ്യുന്നു. അതാണ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നമുക്ക് ഓരോ ഗ്രൂപ്പിനും ഓരോ കാലിബ്രേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ കാലിബ്രേറ്റർ നമ്മൾ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് നമ്മളത് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അത് മെഷീന് റീഡ് ചെയ്യുകയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു 3 എണ്ണത്തിന്റെ കേസിലാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തത് അല്ലേ, 3 സ്ഥലത്താണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സാമ്പിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നമ്മൾ എന്താണ് ഇവിടെ കാലിബ്രേറ്റർ അപ്ലൈ ചെയ്യണം. ഇനി 16 സാമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിലോ നമുക്ക് ഇതുവരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോഴും നമുക്ക് ഇവിടെ ഒരു കാലിബ്രേറ്റർ ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു 3 എണ്ണം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കാലിബ്രേറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ സ്ലൈഡിന്റെ ഇത്രയും ഏരിയ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു മേജർ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ 16 സ്പോട്ടുകൾക്ക് അല്ലെങ്കിൽ 16 സാമ്പിൾസുകൾ അറ്റ് എ ടൈം അവിടെ റീഡ് ചെയ്യും. അവിടെ നമ്മൾ സാമ്പിൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് പിന്നീട് അത് ഫർദർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് 16 സാമ്പിളുകൾ ഉണ്ടെങ്കിലാണ് ഒരു ഗ്രൂപ്പ് നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാമ്പിൾ ഉള്ളൂന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പിന്നീട് അത്രയും 15 സ്പോട്ടുകൾ നമുക്ക് വേസ്റ്റ് ആയി പോയി എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ അത്തരത്തിൽ പക്ഷേ ബാക്കിയുള്ള 2 ഗ്രൂപ്പുകൾ നമുക്ക് അതേ സ്ലൈഡിലുള്ള മറ്റുള്ള 2 ഗ്രൂപ്പുകൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, സോ ഒരു ഗ്രൂപ്പ് അറ്റ് എ ടൈം നമുക്ക് മെഷീനിൽ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ മാക്സിമം 16 സാമ്പിൾസ് ആണ്. അത് ഒരു സാമ്പിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലോഡ് ചെയ്യാം, പക്ഷേ പിന്നീട് ആ ഗ്രൂപ്പ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അവിടെ കാലിബ്രേറ്റർ സ്പോട്ട് ഉണ്ട്, സാമ്പിൾ സ്പോട്ട് ഉണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള 3 ഗ്രൂപ്പ്. ഇനി ഇപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു സ്ലൈഡിന്റെ ഇത്ര ഏരിയ ചെയ്ത് കഴിഞ്ഞു, വീണ്ടും നമുക്ക് ഈ സ്ലൈഡിൽ തന്നെ അടുത്ത സ്പോട്ട് ഇവിടെ കൊടുക്കാം. പക്ഷെ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് കാലിബ്രേറ്റർ സ്പോട്ട് കൊടുക്കണം എന്ന് മാത്രം. ഓക്കെ, വീണ്ടും നമുക്ക് മെഷീനിൽ ലോഡ് ചെയ്യാം. ഇത്തരത്തിലാണ് അതിന്റെ ആ ഒരു ടാർഗറ്റ് സ്ലൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സ്പോട്ടുകൾ ഉണ്ട്, ആ സ്പോട്ടിലാണ് നമ്മളുടെ കോളനി അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മെഷീനിൽ നമ്മൾ കൊടുക്കുമ്പോൾ മെഷീൻ ഫസ്റ്റ് തന്നെ റീഡ് ചെയ്യുക കാലിബ്രേറ്റർ സ്പോട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് നമ്മൾ കാലിബ്രേറ്റർ സ്പോട്ട് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഈ കാലിബ്രേറ്റർ സ്പോട്ട് നമ്മൾ കൊടുക്കുന്നത് ഇക്കോളൈ ATCC 8739 എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ മാൾഡി ഇൻസ്ട്രുമെന്റിനകത്തോട്ടേക്ക് നമ്മൾ ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫസ്റ്റ് അനലൈസ് ചെയ്യുക ആ കാലിബ്രേറ്റർ സ്പോട്ടാണ്. കാലിബ്രേറ്റർ സ്പോട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്തിട്ട് അത് ആക്ച്വലായിട്ട് ആ ഇക്കോളൈ ATCC 8739 തന്നെയാണോ കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കും. അത് ആക്ച്വലായിട്ട് കറക്റ്റ് ആയിട്ട് അല്ലാതെ നമുക്ക് വെറുതെ ഏതെങ്കിലും ഇക്കോളൈ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. അതേ സെയിം ATCC സ്ട്രെയിൻ തന്നെയാണോ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് മെഷീൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ഓരോ സാമ്പിളിലേക്ക് അത് പോയിട്ട് റീഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ വൺസ് നമ്മൾ ഒരു സ്ലൈഡ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
കാലിബ്രേറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. ദാറ്റ് മീൻസ് ചിലപ്പോൾ നമ്മൾ കണ്ടാമിനേറ്റർ ആയിരിക്കുന്ന ഏതെങ്കിലും കാലിബ്രേറ്റർ സ്ട്രെയിൻ്റെ പ്ലേറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ATCC ഇക്കോളെ 8739 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടില്ല. നമുക്ക് നമ്മൾ ചെയ്ത അത്രയും ആ സ്പോട്ടുകൾ വേസ്റ്റ് ആയി എന്ന് മാത്രം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഈ കാലിബ്രേറ്റർ സ്ട്രെയിൻ കണ്ടാമിനേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ റിസൾട്ട് അത്രയും നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ആ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സോ കാലിബ്രേറ്റർ സ്ട്രെയിന് പ്രോപ്പറായിട്ട് പ്യുവറായിട്ട് കൾച്ചർ ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയും. വേറെ ഒരു റിസ്ക്കും ഇവിടെ വരുന്നില്ല. ഓക്കെ, അതാണ് മാലിയുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ വൺസ് അത് മിക്സർ കൾച്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് മാത്രം. സോ കാലിബ്രേറ്റർ സ്ട്രെയിൻ എപ്പോഴും പ്യുവർ കൾച്ചറിലായിരിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ട്, നമ്മുടെ സാമ്പിൾസ് ഒന്നും തന്നെ റീഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ടാർഗറ്റ് സ്ലൈഡിന്റെ ഭാഗത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടാർഗറ്റ് സ്ലൈഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മെട്രിക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. സോ ഈ മെട്രിക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ ഇറ്റ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട്, ഇറ്റ് ഈസ് എ കെമിക്കൽ സൊല്യൂഷൻ ദാറ്റ് ഈസ് ബേസിക്കലി ഫങ്ഷൻസ് ആസ്, അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു എനർജി അബ്സോർബൻ്റ് ആയിട്ട്. ദാറ്റ് മീൻസ് നമ്മളൊരു സ്ലൈഡിൽ നമ്മുടെ അനലൈറ്റ് കൊടുത്ത് അതിന് മുകളിൽ മെട്രിക്സ് കൊടുത്ത് എന്നിട്ട് മെഷീനിൽ ലോഡ് ചെയ്തു, എന്നിട്ട് ലേസർ വന്നുകൊണ്ട് അവിടെ ബീം പൾസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ലേസേഴ്സ് വന്നിട്ട് അവിടെ വന്ന് പൾസ് ചെയ്യുമ്പോൾ അവിടെ ആ എനർജിയെ അബ്സോർബ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ആ കൂടുതൽ ഡാമേജസുകളൊന്നും വരുത്താതെ അതിനെ അബ്സോർബ് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അയോൺസുകൾക്കെല്ലാം ഒരു ഈക്വൽ ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഈ മെട്രിക്സ് ആണ്. സോ അത്തരത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇതും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത്. സോ യൂഷ്വലി നമ്മളൊരു 0.5 മൈക്രോലിറ്റർ അല്ലെങ്കിൽ 1 മൈക്രോലിറ്റർ അത്രയും സ്മോൾ വോളിയം മാത്രമേ മെട്രിക്സ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലൊരു ബോക്സിൽ ഒരു 5-6 മെട്രിക്സ് ബോട്ടിൽസുകളായിട്ടാണ് നമുക്ക് കിട്ടുക. അതിന് ഏകദേശം ഒരു 6000 റേഞ്ച് ഒക്കെയാണ് നല്ലൊരു അത്യാവശ്യം നല്ല ബ്രാൻഡഡ് മെട്രിക്സിന് വരുന്നത്. സോ അതിൽ ഏകദേശം ഒരു ബോട്ടിലിനകത്ത് തന്നെ ഏകദേശം 500 മൈക്രോലിറ്റർ ഒക്കെ വോളിയം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അടിയിൽ താഴെ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് വരും. ഓക്കെ, മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ ഒരു യെല്ലോ ക്രിസ്റ്റൽസുകൾ വരും. അപ്പോൾ കൂടുതൽ ക്രിസ്റ്റലായി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം അത് ഓപ്പൺ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ട്. സോ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് CHCA, ആൽഫ സയനോ 4 ഹൈഡ്രോക്സിസിനാമിക് ആസിഡ്, അതേപോലെ തന്നെ സിനാപ്പിനിക് ആസിഡ്, DHB, അതുപോലെയുള്ള പല മെട്രിക്സുകളാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. CHCA ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു മെട്രിക് സൊല്യൂഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് കാലിബ്രേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു മാൻഡേറ്ററി പ്രൊസീജിയർ തന്നെയാണ്. ഒരു ATCC 8739 എന്ന് പറയുന്ന ഒരു കൾച്ചർ പ്ലേറ്റ്, ദാറ്റ് ഈസ് ഒരു സ്റ്റാൻഡേർഡ് കൾച്ചറാണ് അവിടുത്തെ കാലിബ്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന കാലിബ്രേറ്റർ ഇതാണ്. പക്ഷെ മറ്റുള്ള കാലിബ്രേറ്റേഴ്സുകളും വരുന്നുണ്ട്. എൻട്രോബാക്ടർ എറോജൻസ് ATCC 13948, അതേപോലെ തന്നെ ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻസ് കേസിൽ കാൻഡ ഗ്ലാബ്രേറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ പല ATCC സ്ട്രെയിൻസുകളും നമ്മൾ എന്താണ് കാലിബ്രേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്ട്രെയിൻ തന്നെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ലൂപ്സ് ആണ് ഇവിടെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു വുഡൻ സ്റ്റിക്കോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പോട്ട് ചെയ്യാം. ഇതെന്തിനാണ് ഈ പ്ലാസ്റ്റിക് ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വയർ ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് സ്ലൈഡിൽ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞൊരു സ്റ്റെയിൻലെസ് കോട്ടിംഗ് ആയിട്ടുള്ളൊരു സ്ലൈഡാണെന്ന് പറഞ്ഞു. സോ അവിടെ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ അത് മിസ് ഐഡന്റിഫിക്കേഷൻസിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ റിസൾട്ടിനെ അത് ബാധിക്കും. സോ അതുകൊണ്ട് മെറ്റൽ വയർ ലൂപ്പ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം ഇതുപോലെയുള്ള നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ലൂപ്പോ, അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ മാച്ച് സ്റ്റിക്കിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ജസ്റ്റ് വുഡ് പാർട്ട്, അതോ അതല്ലെങ്കിൽ സാധാരണ ഈർക്കിളോ, നമ്മൾക്ക് ഈർക്കിലായിരുന്നു യൂസ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഈർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ചെറിയ ഒരു വുഡൻ സ്റ്റിക്കോ, എന്തെങ്കിലും നമ്മുടെ ടൂത്ത് പിക്കോ, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ദെൻ ഇംപ്രോപ്പർ അക്യുറസി, അതേപോലെ തന്നെ കണ്ടാമിനേഷൻസിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ വയർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ, മെറ്റൽ വയർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇത്രയും കൺസ്യൂമബിൾസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതേപോലെ നമ്മൾ ഓരോ സ്ലൈഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിനൊരു സ്ലൈഡ് അഡാപ്റ്ററിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഈ സ്ലൈഡ് അഡാപ്റ്ററിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്യുന്നത്. സോ അറ്റ് എ ടൈം നമുക്ക് 4 സ്ലൈഡുകളാണ് മെഷീനകത്ത് ലോഡ് ചെയ്യാൻ പറ്റുക. ഒരു സ്ലൈഡിനകത്ത് 48 സാമ്പിൾസ് ആണ് നമുക്ക് അറ്റ് എ ടൈം സ്പോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു.
സോ അത്തരത്തിലുള്ള 4 സാമ്പിൾസുകൾ 4 സ്ലൈഡുകളാണ് നമുക്ക് അറ്റ് എ ടൈം ലോഡ് ചെയ്യാൻ പറ്റുക. സോ ടോട്ടൽ 192 സാമ്പിൾസ് ആണ് നമുക്ക് അറ്റ് എ ടൈം മെഷീനിൽ ലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ 192 സാമ്പിൾസ് ആണ് നമുക്ക് അറ്റ് എ ടൈം മെഷീനിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് കമ്പോണൻസ് ഓഫ് MALDI-TOF. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് എ വർക്ക് ഫ്ലോ, ദാറ്റ് ഈസ് സാമ്പിൾ പ്രിപ്പറേഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നു. അതായത് ഒരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ ആ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൾച്ചർ ചെയ്യുന്നു, ഓവർനൈറ്റ് കൾച്ചർ ചെയ്യുന്നു. യൂറിൻ ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, എനി സാമ്പിൾസ് നമ്മൾ അതിനെ കൾച്ചർ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ 24 hour അല്ലെങ്കിൽ 18 hours കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഐസൊലേറ്റഡ് കോളനി എടുക്കുന്നു. ആ കോളനിയെ എടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പോട്ട് ചെയ്യുന്നു, സ്ലൈഡിൽ സ്പോട്ട് ചെയ്യുന്നു, മെട്രിക്സ് ആഡ് ചെയ്യുന്നു, സൈഡ് അഡാപ്റ്ററിൽ വെക്കുന്നു, ഇൻസ്ട്രുമെന്റിൽ ലോഡ് ചെയ്യുന്നു, സ്പെക്ട്രം അനലൈസും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ മെഷീനകത്ത് നടക്കുന്നു. ദിസ് ഈസ് ദ ബേസിക് വർക്ക് ഫ്ലോ ഓഫ് ദ MALDI-TOF. ഓക്കെ, സാമ്പിൾ, ബാക്ടീരിയ കൾച്ചർ, ടാർഗറ്റ് സ്ലൈഡിൽ ആപ്ലിക്കേഷൻ, MALDI-TOFിൽ കൊടുക്കുന്നു, എന്നിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് സ്പെക്ട്രം അനാലിസിസ് ആൻഡ് ദെൻ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻസ്. ദിസ് ഈസ് ദ ബേസിക് വർക്ക് ഫ്ലോ ഓഫ് ദ MALDI-TOF എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആകെ നമ്മളുടെ ഒരു ജോലി എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൾച്ചർ ചെയ്യുക, കൾച്ചർ ചെയ്ത് ഓവർനൈറ്റ് കൾച്ചറിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ടാർഗറ്റ് സ്ലൈഡിലേക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ബാക്കി കാര്യങ്ങളെല്ലാം മെഷീനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ആവശ്യമുള്ള സമയം എന്ന് പറയുന്നത് ഒരു 24 hours അതിനുശേഷം ഒരു 10 to 20 minutes അല്ലെങ്കിൽ ഒരു വിത്തിൻ 2 days നമുക്ക് എന്താണ് റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, വിത്തിൻ 2 days ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 18 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളനി കൾച്ചർ വരും, ആ കൾച്ചർ ഗ്രോത്ത് വരും. ആ കൾച്ചർ ഗ്രോത്തിൽ നിന്ന് നമ്മൾ മാൽഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 minutes കഴിയുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ഏകദേശം ഒരു 1.5 days കൊണ്ട് നമുക്ക് എന്താണ് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളത്. നമ്മൾ 3 ദിവസമോ അല്ലെങ്കിൽ ബ്ലഡ് കൾച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 8 days ഒക്കെയാണ് എടുക്കുക. സോ ആ 8 days ഉള്ള റിസൾട്ടിനൊക്കെ നമുക്ക് എന്താണ് അത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് വർക്ക് ഫ്ലോ ഓഫ് ദ MALDI-TOF. സോ ബേസിക്കലി നമ്മൾ മാൽഡി യൂസ് ചെയ്യുന്നത് ബാക്ടീരിയക്ക് മാത്രമല്ല, ഈസ്റ്റിന് യൂസ് ചെയ്യാം, മോൾഡ്സിന് യൂസ് ചെയ്യാം, മൈക്രോബാക്ടീരിയത്തിന് യൂസ് ചെയ്യാം, നൊക്കാഡിയ, ബ്ലഡ് കൾച്ചർ പോസിറ്റീവ് സാമ്പിൾസിൽ, അങ്ങനെ പല കേസുകളിലും നമുക്ക് എന്താണ് മാൽഡി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ ബാക്ടീരിയയുടെ കേസിലാണ് യൂസ് ചെയ്യുന്നത്, മറ്റുള്ള കേസുകളിൽ കുറച്ച് പ്രൊസീജിയറിന്റെ ലെങ്ത് കൂടുമെന്ന് മാത്രം. ആൻഡ് ഫസ്റ്റ് വി ഹാവ് ടു നോ ദ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ. സോ നമ്മൾ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏകദേശം ഒരു ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ബാക്ടീരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാമ്പിൾ വരുന്ന സാമ്പിളിനെ നമ്മൾ ഏതെങ്കിലും ഒരു കൾച്ചർ മീഡിയയിലേക്ക്, അതിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കൾച്ചർ മീഡിയയിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫർദർ നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ ഐസൊലേറ്റഡ് കോളനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാംസ്റ്റെയിൻ ചെയ്യുന്നു. ഗ്രാംസ്റ്റെയിൻ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ, ദെൻ ABS അങ്ങനെ സോ ഓൺ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഏതെങ്കിലും സാമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കൾച്ചർ മീഡിയയിലേക്ക് നമ്മൾ ഇതിനെ ഇനോക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് കൾച്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓവർനൈറ്റ് ഇൻക്യുബേഷൻ ചെയ്യുക. 37 degrees Celsius അല്ലെങ്കിൽ 44 ഇനി അതിൻ്റെ ഇൻക്യുബേഷൻ പാറ്റേൺ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ ഇൻക്യുബേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേയിൽ നമുക്കതിന് കോളനി കിട്ടും. ആ കോളനി ഗ്രോത്തിൽ നിന്നും ഐസൊലേറ്റഡ് കോളനി എടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ടാർഗറ്റ് സ്ലൈഡിലേക്ക് സ്പോട്ട് ചെയ്യുന്നു. കോളനി പിക്ക് ചെയ്യുന്നു, സ്മിയർ ഓൺ ടാർഗറ്റ് സ്ലൈഡ്. ടാർഗറ്റ് സ്ലൈഡിലേക്ക് കോട്ട് ചെയ്തതിന് ശേഷം, സ്പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മെട്രിക്സ് ഒരു 0.5 microliter മെട്രിക്സ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നു, ജസ്റ്റ് ഒരു 1 minute. എന്നാൽ അതിനുശേഷം നമ്മൾ സ്ലൈഡ് അഡാപ്റ്ററിൽ ഇൻസേർട്ട് ചെയ്ത് നേരെ മെഷീനിൽ ലോഡ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ബേസിക് ഹാൻഡ്സ് ഓൺ ടെക്നിക് ഓഫ് ദിസ് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ. നമ്മളൊരു ലാബ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മൈക്രോബയോളജി ലാബിലുള്ള ഒരു പ്രൊഫഷണലിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കാലിബ്രേറ്റർ കൂടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അത് ഇതുപോലെ തന്നെ കാലിബ്രേറ്ററിന്റെ കോളനി കൾച്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഒരു ഐസൊലേറ്റഡ് കോളനി എടുക്കുന്നു, എന്നിട്ട് കാലിബ്രേറ്റർ സ്പോട്ടിൽ അപ്ലൈ ചെയ്യുന്നു, മെട്രിക്സ് ആഡ് ചെയ്യുന്നു, ഇതേപോലെ തന്നെ പ്രൊസീജിയർ. ഓക്കെ, സോ ഇതാണ് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന്റെ ബേസിക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു വീഡിയോയും കൂടി ജസ്റ്റ് കാണാം. ഓക്കെ, ജസ്റ്റ് ടാർഗറ്റ് സ്ലൈഡ് എടുക്കുന്നു. ടാർഗറ്റ് സ്ലൈഡിന് മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടാവും, അത് വെച്ച് നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. എന്നിട്ട് സാമ്പിൾ ID കൊടുക്കുക. അതിൽ നിന്നും ഒരു ഐസൊലേറ്റഡ് കോളനി എടുത്തിട്ട് ഈ കാണുന്ന സ്പോട്ടിലേക്ക് നമ്മൾ
സ്പോട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒരു റൗണ്ട് ആക്കി സ്പോട്ട് ചെയ്യുന്നു. And then taking the matrix and add the appropriate amount of this matrix to that sample. Okay, and then add it, then allow to dry, and then place into the slide adapter. And also calibrator കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ സ്പോട്ട് ചെയ്യണം എന്നുള്ളതാണ്. And then നമ്മൾ സാമ്പിൾ സ്ലൈഡ് അഡാപ്റ്ററിലേക്ക് കൊടുക്കുന്നു, മെഷീനിൽ ലോഡ് ചെയ്യുന്നു. ബാക്കി മെഷീനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വാക്യൂം ട്യൂബ് ഉണ്ടാവും, അതിന് ലേസർ ബീം വന്നിട്ട് പൾസ് ചെയ്യുന്നു. ആ ലേസർ ബീം എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആ പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യുന്നു, അയോണൈസ് ചെയ്യുന്നു. അതിന് ഡിഫറെൻറ്റ് പലതരത്തിലുള്ള അയോൺസുകളാക്കി മാറ്റുന്നു, അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. അയണൈസ്ഡ് പാർട്ടിക്കിൾസുകൾ ഈ ട്യൂബിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ആക്സിലേറ്റർ ട്യൂബിലൂടെ അങ്ങനെ മൂവ് ചെയ്യുന്നു. ഒരു വാക്യൂം ട്യൂബാണ്, ആ വാക്യൂം ട്യൂബിലൂടെ അങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് സ്മോളർ മാസ് ഉള്ളത് പെട്ടെന്ന് എത്തുന്നു, അതിനുശേഷം അതിനേക്കാൾ കുറച്ചുകൂടെ മാസ് കൂടിയത് പിന്നീട് എത്തുന്നു. അങ്ങനെ അങ്ങനെ ഡിപ്പെൻസ് അപ്പോൺ ദ മാസ്. ഓക്കെ, സോ അത് ആ ഡിറ്റക്ടറിലേക്ക് വന്ന് ഇങ്ങനെ പതിക്കുന്നു. ആ ഡിറ്റക്ടറിലേക്ക് എത്തുന്നതിന് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ആ ഒരു സ്പെക്ട്രം ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് സ്ക്രീനിൽ അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു സ്പെക്ട്രം വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ അയോൺസ് വരുന്നതല്ല, സ്പെക്ട്രം വരുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് അത്തരത്തിലൊരു ഫൈനൽ സ്പെക്ട്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്പെക്ട്രം നമ്മളുടെ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയും സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഓക്കെ, അവിടുത്തെ കോൺഫിഡൻസ് വാല്യൂ ഏകദേശം 99.9% അത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആണ് ആ കോൺഫിഡൻസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കാണിക്കും. അത് 99.8, 99.7 അങ്ങനെ അങ്ങനെ തരത്തിൽ പല വാല്യൂസുകൾ കാണിക്കും. ഓക്കെ, അതാണ് എന്താണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. ഓക്കെ, ഇതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ സ്പോട്ടിൽ ഏതൊക്കെ സാമ്പിൾസുകളാണ് കൊടുത്തത്, ദാറ്റ് മീൻസ് സാമ്പിൾ ഐ ഡി, പേഷ്യൻ്റ് ഐ ഡി ഉണ്ടാവുമല്ലോ, അത് ഏത് പേഷ്യൻ്റ് ഐ ഡി ആണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് പ്രോഗ്രാം നമ്മൾ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ലൈഡിന് മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടാവും, അത് ജസ്റ്റ് സ്കാനർ വെച്ച് നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്യുന്നു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളാണ്, അല്ലാതെ മെഷീനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ മൈക്രോബയോളജി ലാബിൽ നിന്ന് എടുത്ത പിക്ചറാണ്. ഇത്തരത്തിലുള്ള ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഷേപ്പുള്ള ഏകദേശം ആ ഒരു സൈസ് വരുന്നതാണ് നോർമലി യൂസ് ചെയ്യുന്ന വൈടെക് MS-ന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടേബിൾ ടോപ്പുകൾക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലാണ് നമ്മളതിൻ്റെ സ്പോട്ട് ചെയ്യേണ്ടത്. ഈ സ്പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് എന്ത് ചെയ്യണം, ആ സർക്കിളിനകത്ത് തന്നെ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അത് മാക്സിമം ഔട്ട്സൈഡിലേക്ക് ഇതുപോലെ പുറത്തോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ രീതിയിലൊക്കെ പുറത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് ജസ്റ്റ് മെല്ലെ മെല്ലെ അതിങ്ങനെ ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ സ്പോട്ടിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറയാനും പാടില്ല, പക്ഷെ കൂടാനും പാടില്ല. അത്തരത്തിൽ കോമ്പാക്റ്റ് ആയിട്ട് ആ ഒരു സർക്കിളിനകത്ത് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതേപോലെ മെഷീനകത്ത് ഇങ്ങനെ സ്പെക്ട്രം വരുന്നത് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതിങ്ങനെ ലേസർ വന്നിട്ട് ഇങ്ങനെ പൾസ് ചെയ്യുന്നത് നമുക്ക് അതിലിങ്ങനെ ആ ഒരു സ്പെക്ട്രം ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ അറ്റ് എ ടൈം റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇന്റർഫേസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന്റെ കേസാണ്. ഇനി അതിനെ നമ്മൾ ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി കാൻഡിഡ, ട്രൈക്കോസ്പോറോൺ അങ്ങനത്തെ കേസിൽ എന്താ പറയുക, നമ്മൾ ഒരു അഡീഷണൽ ഒരു സബ്സ്റ്റൻസ് കൂടെ നമുക്ക് എക്സ്ട്രാ വേണമെന്ന് മാത്രം. ഒരു ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂടെ നമുക്ക് എക്സ്ട്രാ വേണം. വേറെ ഒന്നും തന്നെ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വേണ്ട. ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ പോലെ തന്നെ സിമിലർ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ വരുന്നത്. എക്സ്ട്രാ ഒരു അഡീഷൻ ഓഫ് ഫോമിക് ആസിഡ് എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫംഗസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് SDA അല്ലെങ്കിൽ ക്രോമഗാറോ PDA ഒക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയും പ്രൊസീജിയർ നമ്മൾ കോളനി ഐസോലേറ്റഡ് കോളനി എടുക്കുന്നു, ടാർഗറ്റ് സ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഫോമിക് ആസിഡ് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഈ ഫോമിക് ആസിഡ് എന്തിനാണ് ബേസിക്കലി ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസ്റ്റ് സെല്ലുകൾ അല്ലെങ്കിൽ ഫംഗൽ സെല്ലുകൾ എന്നൊക്കെ പറയുമ്പോൾ ബാക്ടീരിയൽ സെല്ലിനേക്കാളും കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും, കുറച്ചുകൂടെ ഒരു തിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഡിസോൾവ് ചെയ്തിട്ട്, കാരണം ഈ റൈബോസോമൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്താണ് വരുന്നത്, സൈറ്റോപ്ലാസത്തിലാണ് വരുന്നത്. സോ അതുകൊണ്ട് അതിനെ പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോമിക് ആസിഡ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സംടൈംസ് നമുക്ക് ചില കാൻഡിഡേറ്റ് കേസിൽ ഫോമിക് ആസിഡ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ ബേസിക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഫോമിക് ആസിഡ് ആഡ് ചെയ്യുക എന്നുള്ളത്.
എന്നിട്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, മെഷീനിൽ ലോഡ് ചെയ്യുന്നു. സിമിലർ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരുന്നത് ഈസ്റ്റ് ഐഡന്റിഫിക്കേഷന്റെ കേസിൽ. ഇനി മോൾഡ് ഐഡന്റിഫിക്കേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം മെറ്റീരിയൽസുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എത്തനോൾ, അസിറ്റോനൈട്രൽ അതുപോലെയുള്ള മെറ്റീരിയൽസുകളൊക്കെ നമുക്ക് എക്സ്ട്രാ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവിടെ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ചധികം ഹെക്ടിക് പ്രൊസീജിയറാണ്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇത് കുറച്ച് ലെങ്തി പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ എന്താ പറയുക കൂടുതലായിട്ടൊന്നും മോൾഡ് ഐഡന്റിഫിക്കേഷൻ മാൾഡി വഴി ചെയ്യുന്നില്ല. ഇതൊക്കെ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഡയഗ്നോസ്റ്റിക് പർപ്പസുകൾക്ക് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം കുറച്ചധികം ഹെക്ടിക് പ്രൊസീജിയർ ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹെക്ടിക് മാത്രമൊന്നും പറയാനില്ല, ജസ്റ്റ് സെൻട്രിഫ്യൂഗേഷൻ, കുറച്ച് കെമിക്കൽ അഡീഷൻസ്, നമ്മളെ PCR എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് പോലെ കുറച്ച് പ്രൊസീജിയറുകൾ വരുന്നുണ്ടെന്ന് മാത്രം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു മോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹൈഫൽ ഫോം ഉണ്ടാവുമല്ലോ, ആ മൈസിലെത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു സ്വാബ് വെച്ചുകൊണ്ട് എടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു എപ്പൻഡ് ഓഫ് ട്യൂബിലേക്ക് കളക്ട് ചെയ്യുന്നു. അതിലേക്ക് 70% എത്തനോൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സൂപ്പർ നാറ്റിൻ ഡിസ്കാർഡ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് 70% ഫോമിക് ആസിഡ് 40 മൈക്രോലിറ്റർ ആഡ് ചെയ്യുന്നു. ആൻഡ് 40 മൈക്രോലിറ്റർ 100% അസറ്റോനൈട്രൽ ആഡ് ചെയ്യുന്നു. വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അതിൻ്റെ സൂപ്പർ നാറ്റിൻ ഡിസ്കാർഡ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും സെഡിമെന്റിൽ കിടക്കുന്ന പെല്ലറ്റ് എടുത്തിട്ട് നമ്മൾ സ്പോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അതായത് ഒരു പ്രീ പെല്ലറ്റ് ഫോർമേഷൻ സ്റ്റെപ്പ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി ആ മോൾഡ് എടുത്തിട്ട് ആ മോൾഡിന്റെ ഹൈഫൽ ഫോം എടുത്തിട്ട് സ്പോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് അതിനെ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു പെല്ലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോമിക് ആസിഡും അസിറ്റോനൈട്രലും എത്തനോൾ പോലെയുള്ള കെമിക്കൽസുകൾ യൂസ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു പെല്ലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പെല്ലറ്റിൽ നിന്നും സ്പോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ അത്തരത്തിൽ കുറച്ചൊരു ലെങ്തി പ്രൊസീജിയർ ആണ് മോൾഡിന്റെ കേസിൽ വരുന്നത്. ഈ മൈക്രോബാക്ടീരിയ നൊക്കാഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചില സൈറ്റോളജിക്കൽ ബെൻഡ് ബ്രഷ്, ഇപ്പോൾ നൊക്കാഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് ആയിരിക്കും. നമുക്ക് ആ ഒരു കൾച്ചർ പ്ലേറ്റിൽ നിന്നും കോളനി പിക്ക് ചെയ്യാൻ നമ്മുടെ വയർ ലൂപ്പ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പീക്ക് വെച്ചുകൊണ്ടൊന്നും നമുക്ക് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള ബെൻഡ് ബ്രഷുകളൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ കേസുകളിലും നമുക്ക് ഇതേപോലെ ഡിഫറെൻറ്റ് മീഡിയമാണ് വരുന്നത്. മൈക്രോബാക്ടീരിയയുടെ കേസിലും നൊക്കാഡിയുടെ കേസിലൊക്കെ ഡിഫറെൻറ്റ് സ്പെഷ്യൽ മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നതും നമ്മൾ മോൾഡിന് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സുകളാണ് വരുന്നത്. എത്തനോൾ യൂസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളുടെ ആ ഒരു കോളനി അതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിലേക്ക് ആഡ് ആക്കുന്നു. എന്നിട്ട് അതിനെ ഹോമോജനൈസ് ചെയ്യുന്നു. ജസ്റ്റ് ബീറ്റർ വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഹോമോജനൈസ് ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വോർട്ടെക്സ് ചെയ്താലും മതി. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എനിവേ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് ഹോമോജനൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മളുടെ മറ്റുള്ള ഫോമിക് ആസിഡ് അസിറ്റോനൈട്രൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്ത് സൂപ്പർനാറ്റിന്റെ കളഞ്ഞ് അതിലുള്ള പെല്ലറ്റ് എടുക്കുന്നു. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ബേസിക്കലി ആ മൈക്രോബാക്ടീരിയത്തിന്റെ കോളനിയിൽ നിന്നോ അല്ലെങ്കിൽ നൊക്കാഡിയുടെ കോളനിയിൽ നിന്നോ കുറച്ച് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയറുകൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പെല്ലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ആ പെല്ലറ്റ് ക്രിയേഷന്റെ പ്രോട്ടോകോളാണ് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ അത്തരത്തിൽ ആ പെല്ലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പെല്ലറ്റിൽ നിന്നാണ് പിന്നീട് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് മൈക്രോബാക്ടീരിയയുടെ കേസിലും നൊക്കാഡിയുടെ കേസിലൊക്കെ വരുന്നത്. സോ മൈക്രോബാക്ടീരിയ ആണെങ്കിലും നൊക്കാഡി ആണെങ്കിലും മോൾഡ് ആണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളാണ് ബേസിക്കലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയുള്ള കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ കിറ്റ് യൂഷ്വലി നമ്മുടെ ലാബുകളിലൊക്കെ പർച്ചേസ് ചെയ്യുക ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ, ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ മാത്രമാണ്. മോൾഡ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ സെപ്പറേറ്റ് മാൾഡിറ്റ് ഓഫ് മോൾഡ് ഐഡന്റിഫിക്കേഷൻ കിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ ഈ അസിറ്റോനൈട്രലും എത്തനോളും ഫോമിക് ആസിഡ്സുകളൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ബോട്ട് ചെയ്യുന്നു മാത്രം. ഓക്കെ, നോർമലി ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷനും ഈസ്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് ഇത്രയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള 2 കേസുകളാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് A 54-year-old IC patient with uncontrolled diabetes and chronic kidney disease was admitted with a septic shock. On day 2, he developed a persistent high-grade fever, unresponsive to broad-spectrum antibiotics. Blood culture showed yeast-like growths, but the species identification was pending. Despite empiric fluconazole therapy and catheter removal, his condition worsened and he died on the day 4 of admission due to suspected invasive fungal infection. നോർമൽ സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ ലാബുകളിൽ ഒരു ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് അല്ല എന്നുണ്ടെങ്കിൽ മെജോറിറ്റി കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിപ്പോർട്ട് ചെയ്യാതെ വിടുകയാണ് പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാൻഡ ആൽബിക്കൻ ആണോ അല്ലെങ്കിൽ നോൺ ആൽബിക്കൻ ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും. ജസ്റ്റ് ക്രോമഗാറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആൽബിക്കൻ ആണോ നോൺ ആൽബിക്കൻ ആണോ എന്ന് നോക്കും. ആൽബിക്കൻ ആണെങ്കിലും നോൺ ആൽബിക്കൻ ആണെങ്കിലൊക്കെ ഏകദേശം ഫ്ലൂക്കണോസോൾ കൊടുക്കുന്നു, എങ്ങനെയൊക്കെ ജസ്റ്റ് കൊടുത്തു വിടുന്നു. അതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പക്ഷേ
അവിടെ വരുമ്പോഴും നമ്മുടെ ക്രോമഗാറിലേക്ക് കേസിൽ വരുമ്പോൾ കാൻഡ ആൽബിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ കാണാം, കാൻഡ ട്രോപ്പിക്കാലിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളർ കിട്ടും. പക്ഷെ ബാക്കിയുള്ള കേസുകളിലൊക്കെ, ബാക്കിയുള്ള പാരാപ്സിലോസ് ആയിക്കോട്ടെ, ഗ്ലാബ്രേറ്റ് ആയിക്കോട്ടെ, ആ കേസിലൊക്കെ നമുക്ക് നമ്മൾ ക്രീമി കളർ ആയിരിക്കും കിട്ടുക. സോ അതായത് നമുക്കൊരു കാൻഡിഡയെ നമ്മളൊരു കോമഗാറിൽ, കാൻഡിഡ ഡിഫറൻഷ്യൽ കോമഗാറിൽ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രീമി കോളനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ആൽബിക്കൻസ് എന്നുള്ള കാറ്റഗറിയിൽ എടുത്തിട്ട് അതിനൊരു ചെറിയ രീതിയിൽ ആന്റിഫംഗൽസുകളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ നമുക്ക് ഒരു ക്രോമഗാർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ക്രീമി കോളനിയാണ് കിട്ടിയത്. പക്ഷേ ആ പേഷ്യൻറ്റിന് കാൻഡ ഓറിസ് ആയിരുന്നു. കാൻഡ ഓറിസ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പത്തോജൻ ആണ്. കാൻഡയുടെ തന്നെ റീസെന്റ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ് കാൻഡ ഓറിസ് എന്ന് പറയുന്നത്. So Candida auris is a critical pathogen that will causing some kind of severe infections in the patient. ഈ പേഷ്യൻറ്റിന് തന്നെ ബ്ലഡ് കൾച്ചർ സാമ്പിൾസ് വന്നു, പലതരത്തിലുള്ള സാമ്പിൾസുകൾ വന്നു, എല്ലാത്തിലും കാൻഡ ഓറിസ് വന്നിരുന്നത് അത്രയും വേഴ്സൺ കണ്ടീഷൻ ആയിരുന്നു പേഷ്യൻറ്റിന്. പക്ഷേ ആ പേഷ്യൻറ്റിന് ഓറിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൂക്കോണസോൾ പോലെയുള്ള ചില ഡ്രഗുകളൊന്നും അവിടെ നമുക്ക് കൊടുത്തിട്ട് അത്ര വലിയ എഫക്റ്റീവ് ആവുന്നില്ല. സോ മിക്കോണസോൾ പോലെയുള്ള ഡ്രഗുകളൊക്കെ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ നമുക്ക് ആ ഒരു വിത്തിൻ ദാറ്റ് ഡേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ പേഷ്യൻറ്റിൻ്റെ ഡെത്തിന് ശേഷമാണ് നമുക്കത് കാൻഡ ഓറിസ് കണ്ടുപിടിക്കാൻ പറ്റിയത്. സോ അത്തരത്തിൽ ഒരു പക്ഷേ നമുക്ക് എന്താണ് കാൻഡ ഓറിസ് ആണ് എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേയൊക്കെ എന്താണ് ആന്റി ഫംഗൽസുകളുടെ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമായിരുന്നു. സോ ദാറ്റ് ഈസ് ദ ബേസിക് ആ ഒരു മാൾഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രത്തോളമാണ്. നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള പേഷ്യൻസിന്റെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും മാൾഡിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. കാരണം കാൻഡിഡ ഓറിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു കൺവെൻഷണൽ മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ അത് മാൾഡിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓവർനൈറ്റ് കൾച്ചറിൽ നിന്ന് തന്നെ അത് കാൻഡ ഓറിസ് ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ നമുക്ക് പല കേസുകളിലും എന്താണ് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റും. മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ റെഡ്യൂസ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇത് നമുക്ക് കാൻഡ ഡിഫറൻഷ്യൽ അഗാറിൽ ചെയ്തിട്ടുള്ള ഒരു കോളനിയാണ്. ഇറ്റ് ഈസ് എ ഗ്രീൻ കളർ ഓൺ ദിസ് കാൻഡ ഡിഫറൻഷ്യൽ മീഡിയ. ഇത് ഏത് കൾച്ചർ, ഏത് കാൻഡിഡ ആയിരിക്കും? ദിസ് വൺ ഈസ് ഒരു ഗ്രീൻ കളർ കോളനിയാണ് കാൻഡ ഡിഫറൻഷ്യൽ മീഡിയയിൽ. ഏത് കോളനി, ഏത് സ്പീഷീസ് ആയിരിക്കും? ഏത് സ്പീഷീസ് ആണ്? ആരെങ്കിലും പറയൂ. യെസ്, ആൽബിക്കൻസ് ആണ് പറയുന്നത്. യെസ്, കാൻഡ ആൽബിക്കൻസ്. ഇപ്പോൾ നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയാറുണ്ട് കാൻഡ ഡിഫറൻഷ്യൽ മീഡിയയിൽ ഗ്രീൻ കളർ ആണ് എന്നുണ്ടെങ്കിൽ കാൻഡിഡ ആൽബിക്കൻസ് ആണെന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാനും പോകുന്നത്. ഒരു ഗ്രീൻ കളർ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ കാൻഡ ആൽബിക്കൻസ് എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ബട്ട് ഇതേ കോളനി നമ്മളൊരു മാൽഡി ടോഫിൽ കൊടുത്ത് നോക്കിയപ്പോൾ ദാറ്റ് ഈസ് നോട്ട് കാൻഡ ആൽബിക്കൻസ്, ദാറ്റ് ഈസ് കാൻഡ സിഫേറി. കാൻഡ സിഫേറി എന്ന് പറയുന്ന ഒരു റയർ പത്തോജൻ ആയിരുന്നു വന്നിരുന്നത്. ഇയർ ഇൻഫെക്ഷൻസുകളിലൊക്കെ വരുന്ന ഒരു റയർ പത്തോജനാണ് കാൻഡ സിഫേറി എന്ന് പറയുന്നത്. സോ ഇതും എന്താണ് ഇതിൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ വന്നൊരു കാര്യമാണ്. സോ ഇത് കാൻഡ സിഫേറി ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്താണ് അത് കൺവെൻഷണൽ കൾച്ചർ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നമ്മൾ ഷുഗർ അസിമിലേഷനോ ഷുഗർ ഫോർമുലേഷൻ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അത് കാൻഡ സിഫേറി ആണെന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റിയത് മാൽഡി ടോഫ് ഉള്ളത് കൊണ്ടാണ്. സോ അത്തരത്തിൽ നമുക്ക് വളരെ റയർ പത്തോജൻസുകളെ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ റയർ പത്തോജൻസിനെ ഒക്കെ വളരെ ഈസിലി വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മാൽഡി ടോഫ് എന്ന് പറയുന്നത്. Okay, so that's all are the beauty of this MALDI-TOF. Okay, so these all are the applications of MALDI-TOF: pathogen identification, bacterial identification വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഫംഗൽ, മൈക്രോബാക്ടീരിയം, നൊക്കാർഡിയ, ബ്ലഡ് കൾച്ചർ പോസിറ്റീവ് സാമ്പിൾസ്, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്റ്റഡീസ് ആണ്. നമുക്ക് ഒരിക്കലും ഇവിടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പാറ്റേൺസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ചില ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാം. ചില പ്രോട്ടീൻസ് വെച്ചുകൊണ്ടുള്ള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുകൾ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ചില ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുകൾക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ കിറ്റുകൾ അവൈലബിൾ. ഇറ്റ്സ് അണ്ടർഗോയിങ് ഓൺ ദ ട്രയൽ. ഓക്കെ, ചില സ്റ്റഡികൾ നടക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ റുട്ടീൻലി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുകളൊന്നും ഈ ഒരു മാൽഡി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഇപ്പോൾ കറണ്ട് സിനാരിയോയിലുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് മാൽഡി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആൻഡ് സെവറൽ കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ സ്റ്റഡീസ്, എപ്പിഡെമിയോളജിക്കൽ ഇൻഫെക്ഷൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് അനാലിസിസ്, പല പ്രോട്ടീൻസുകൾ അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സിന്തറ്റിക് പോളിമർ ഇൻഡസ്ട്രി, ക്യാൻസർ ഡയഗ്നോസ്റ്റിക് ആൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ആർ യൂസിങ് ഇൻ ദ കേസ് ബൈ ദ ഹെൽപ്പ് ഓഫ് MALDI-TOF. ആൻഡ് നെക്സ്റ്റ് ദ ബ്യൂട്ടിഫുൾ സെഷൻ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ MALDI-TOF. MALDI-TOF നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകൾ വേണ്ടേ? സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് MALDI-TOF?
സോ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏർലി ഡയഗ്നോസിസ്, നമുക്ക് പേഷ്യൻസുകളുടെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള, നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് നമ്മൾ എന്താ പറയുക ഒരു പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു എന്താ പറയുക ഒരു ഡയഗ്നോസ്റ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഒരിക്കലും പേഷ്യൻസിനെ സേവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. വി ആൾ ആർ ദ വർക്കിംഗ് ഫോർ ദ പേഷ്യൻസ് ലൈഫ്, പേഷ്യൻസിന്റെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലൈഫിന് വേണ്ടി തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ നമുക്കും എന്താണ് ഒരു ലാബ് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ ഡെത്തിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഇത്തരത്തിലുള്ള മാൽഡിറ്റോഫ് പോലെയുള്ള ഇൻസ്ട്രുമെന്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പേഷ്യന്റിന്റെ ലൈഫിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. MALDI can save many life by early diagnosis and get start treatment immediately. ഒരു സ്റ്റഡിയാണ്, ഒരു ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷനും മാൽഡിറ്റോഫും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഏകദേശം നമുക്ക് 3 times more than 3% ഓഫ് ദ മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള. മാൽഡിറ്റോഫ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3% മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കുറക്കാൻ സാധിക്കും. ഓക്കെ, കൺവെൻഷണൽ മെത്തേഡിനേക്കാളും എന്താണ് വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, മോർട്ടാലിറ്റി റേറ്റ് കുറക്കുക എന്ന് പറയുന്നത്. ടേൺ അറൗണ്ട് ടൈം ഒക്കെ പിന്നീടുള്ള കാര്യമാണ്, മോർട്ടാലിറ്റി റേറ്റ് കുറക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം more than 3% നമുക്ക് എന്താണ് അവിടെ മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ആൻഡ് മറ്റൊരു തിങ് എന്ന് പറയുന്നത് ഇത് ഒരു മൈക്രോബയോളജി ലാബിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. നമ്മൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം ഈ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ ഒക്കെ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ട്യൂബ്സുകളെല്ലാം വാഷ് ചെയ്യാൻ എടുക്കുന്നു. അതല്ല ഡിസ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഡിസ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റിലേക്ക് എന്താ പറയുക ഡിസ്പോസ് ചെയ്യുന്നു. മെജോറിറ്റി കേസിലും ഇതെല്ലാം വാഷ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. സോ ഇതെല്ലാം വാഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, ഓരോ ട്യൂബ്സും വാഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടായുള്ള പരിപാടിയാണ്, ചെയ്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹാക്ടിക് പ്രൊസീജിയറാണ്. ഈ മീഡിയ പ്രിപ്പയർ ചെയ്യുന്നതോ അത് പോർ ചെയ്യുക, അത് സ്റ്റെറിലൈസ് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക, അത് വേ ചെയ്യുക, അതൊക്കെ ഒരുപാട് ഹാക്ടിക് പ്രൊസീജിയറാണ്. സോ വി ക്യാൻ റെഡ്യൂസ് ദ ലബോറട്ടറി വേസ്റ്റ്, ഹാക്ടിക് പ്രിപ്പറേഷൻസ് ഓഫ് മീഡിയ, ആൻഡ് ദീസ് ഓൾ തിങ്സ് വി ക്യാൻ റെഡ്യൂസ് ബൈ ദ മാൽഡിറ്റോഫ്. നമുക്ക് മാൽഡിറ്റോഫ് വെച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു സ്റ്റഡിയാണ്, കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെയാണ്. നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ഇമേജിലേക്ക് കൊടുക്കുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്, അതിനൊക്കെ എന്താ പറയുക കോസ്റ്റ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിനൊക്കെ കിലോഗ്രാം വെയിറ്റിനനുസരിച്ചിട്ടാണ്. സോ ഒരു കൺവെൻഷണൽ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹ്യൂജ് വെയിറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് അവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷസ് വേസ്റ്റ് അല്ലേ, ബയോഹസാർഡ് വേസ്റ്റ് ആണ് അവിടെ വരുന്നത്. സോ ആ ഒരു ബയോഹസാർഡ് വേസ്റ്റിനെ നമുക്ക് മാൽഡിറ്റോഫ് വെച്ചുകൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല, ആകെ ഒരു കൾച്ചർ പ്ലേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഈ സ്ലൈഡും പിന്നെ ഈ ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്കും ഒക്കെ ഉള്ളൂ. ഇത് ഈസ് ഡിസ്പോസിബിൾ. ആൻഡ് ദെൻ അപ്പോൾ നമുക്ക് അതിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 6-fold റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, 6 മടങ്ങ് നമുക്ക് എന്താണ് കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. 420 കിലോഗ്രാം ആണ് ഒരു മാസത്തിൽ കൺവെൻഷണൽ മെത്തേഡ് വെച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം 70 കിലോഗ്രാം മാത്രമേ വരുന്നു. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 6-fold നമുക്ക് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺവെൻഷണൽ മെത്തേഡ്സ് ഫോർ ഐഡന്റിഫിക്കേഷൻ പത്തോജൻസ് ആർ കോസ്റ്റ്ലി. നമ്മൾ എപ്പോഴും ചിന്തിക്കും മാൽഡി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് വാങ്ങിക്കേണ്ടി വരും എന്നുള്ളത്. ഇറ്റ് ഈസ് എ മിത്ത്, ഇതൊരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. അതായത് മാൽഡിറ്റോഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന് ഹ്യൂജ് കോസ്റ്റ് ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ കോസ്റ്റ് ഹൈ ആണ്. ആ ഒരു ഇൻസ്ട്രുമെന്റ് കോസ്റ്റ് ഹൈ ആണ്, ഏകദേശം 2 crores, more than 2 crores ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന ടെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം അവിടുത്തെ കൺസ്യൂമബിൾസ് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമുക്ക് ആകെ അവിടെ ആവശ്യം വരുന്നത് ആ ടാർഗറ്റ് സ്ലൈഡിന്റെ ഒരു സ്പോട്ടും ഒരു മെട്രിക്സും മാത്രമേ അവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ ഈസ്റ്റ് ഐഡന്റിഫിക്കേഷന്റെ കേസിൽ സ്പീഷീസ് വൈസ് ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ, നോട്ട് കാൻഡ ആൽബിക്കൻസ് ഓർ നോൺ ആൽബിക്കൻസ് എന്നുള്ള രീതിയിലല്ലാതെ കാൻഡ ആൽബിക്കൻസ് ആണോ, പാരാപ്സിലോസിസ് ആണോ, ട്രോപ്പിക്കാലിസ് ആണോ, സിഫേരി ആണോ, അങ്ങനെ അത്തരത്തിൽ നമുക്കത് ഏത് കാൻഡിഡയാണ് അല്ലെങ്കിൽ ഏത് ഈസ്റ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കൺവെൻഷണലി വി നീഡ് അപ്രോക്സിമേറ്റ്ലി 600 rupees പെർ ടെസ്റ്റ്. ഒരു ടെസ്റ്റിന് നമുക്ക് ഏകദേശം 600 rupees ചിലവ് വരാറുണ്ട്. ഓക്കെ, എല്ലായ്പ്പോഴും അല്ല, ഒരു ആവറേജ് കേസാണ് പറയുന്നത്, വിച്ച് ഇസ് മേ ബി എക്സീഡിംഗ് ഓർ അതിൽ കുറവ് വരാറുണ്ട്. ആൻഡ് പക്ഷെ മാൽഡി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം അവിടെ 50 rupees മാത്രമേ അവിടെ കോസ്റ്റ് വരുന്നുള്ളൂ, ടെസ്റ്റ് കോസ്റ്റ് വരുന്നുള്ളൂ. സോ അപ്പോൾ അവിടെ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും, ടെസ്റ്റ് കോസ്റ്റ് ആണെങ്കിലും വളരെ കുറവാണ്. സോ അതുകൊണ്ട് അവിടെ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന പൈസ നമുക്ക് കൂടുതൽ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ടെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദിസ് ഈസ് ഓൾസോ ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. Okay, so this is also another study, that is comparative study of traditional method and the MALDI-TOF method.
അവിടെയും എന്താണ് ഏകദേശം നമുക്ക് $3 കണക്കാണ്, ഒരു അമേരിക്കൻ സ്റ്റഡിയാണ്. സോ അവിടെ നമുക്ക് എന്താണ് $3 നമുക്ക് എന്താണ് അവിടെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ട്രഡീഷണൽ മെത്തേഡിൽ നിന്നേക്കാം. ഓക്കെ, സോ കോസ്റ്റും കുറക്കാം, പെട്ടെന്ന് റിസൾട്ടും കിട്ടും. അതല്ലേ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമുക്ക് എന്താണ് ഹോസ്പിറ്റലൈസേഷൻ ലെങ്ത് കുറക്കാം. ഹോസ്പിറ്റലൈസേഷന്റെ ലെങ്ത് കൂടുക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എമേർജിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ WHO ഒക്കെ പറയുന്നത് എന്താ പറയാ, മേ ബി ഇൻ ഫ്യൂച്ചർ ഇപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ക്യാൻസറും അല്ലെങ്കിൽ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ പറയപ്പെടുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഇപ്പൊ തന്നെ ഏകദേശം ആയി തുടങ്ങി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അത് മാറാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കുക. ദാറ്റ് ഈസ് മേ ബി ഇൻ ഫ്യൂച്ചറിൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സീവിയർ ത്രെട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ലെങ്ത് ഓഫ് ഹോസ്പിറ്റലിൽ ഒരുപാട് കാലം ഒരാൾ അഡ്മിറ്റ് ആയി നിൽക്കുക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുകൾ ഡെവലപ്പ് ചെയ്യുവാനും അതേപോലെ തന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻസുകൾ, ഹോസ്പിറ്റൽ ബേസ്ഡ് ആയുള്ള ഇൻഫെക്ഷൻസുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അത്തരത്തിലുള്ള ആ ലെങ്ത് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ഒരുപാട് കുറക്കാൻ വേണ്ടി സാധിക്കും. So here is another study that is showing that നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു more than 50 hours ഒക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു മാൾഡി വെച്ചുകൊണ്ടാണ് നമ്മൾ ആ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാൾഡി വെച്ചിട്ട് നമുക്ക് എന്താണ് ഏകദേശം അതിൻ്റെ ആ ഒരു സമയം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടി പേഷ്യന്റിനെ എന്താ പറയുക ഐഡന്റിഫൈ ചെയ്ത് ആന്റിബയോട്ടിക് കൊടുത്ത് നമുക്ക് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഓക്കെ, സിവിയർ കേസ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. സോ അവിടെ ആ ഒരു ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് നമുക്ക് എന്താണ് അവിടെ ഹോസ്പിറ്റലൈസേഷന്റെ ലെങ്ത് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ഓക്കെ, ദിസ് ഓൾസോ അനദർ സ്റ്റഡി ദാറ്റ് ഈസ് ഷോയിങ് ദ ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, കൺവെൻഷണൽ മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബാക്ടീരിയനെ കണ്ടുപിടിക്കാൻ ഏകദേശം 56.9 hours ആണ് വേണ്ടി വരുന്നത്. അതിന് നമുക്ക് 28.8 hours ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഹവേഴ്സിന്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം 3 ദിവസം എന്നുള്ളത് നമുക്ക് ഏകദേശം 1 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസത്തിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് എന്താണ് വളരെയധികം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി, ടാബിൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും സിഗ്നിഫിക്കന്റ് വാല്യൂസ് ആണ്. സിഗ്നിഫിക്കൻസ് മീൻസ് എന്താണ്, അത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് എന്താണ് അവിടെ അതിന്റെ ടേൺ അറൗണ്ട് ടൈം റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് റിസൾട്ട് കൊടുത്തിട്ട് ഒരു പരിധി വരെ പല ഫ്യൂച്ചർ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പേഷ്യന്റിനെ സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ മേജർ ബെനിഫിറ്റ്സ്. ഓക്കെ, ഞാൻ വെറുതെ ബെനിഫിറ്റ്സ് പറയുന്നതിൽ അർത്ഥമില്ല, അപ്പോൾ ഒരുപാട് സ്റ്റഡികൾ അത് വെച്ചിട്ട് നടന്നിട്ടുണ്ട്. സോ അതാണ് ഓരോ സ്റ്റഡികൾ അതിന് കൂടെ കൊടുത്തത് മാത്രം. സോ ദീസ് ഓൾ ആർ ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് MALDI-TOF. These are more reliable, small amount of biomass is required, sample preparation is relatively simple, reduction in the time to identification, more accurate, helps to quickly guide treatment decisions, reduction in length of hospitalization, a significant cost savings, reduction of biomedical waste. These are all the major benefits of MALDI-TOF MS. അപ്പോൾ നമുക്കറിയാം എന്തൊരു കാര്യമാണെങ്കിലും അതിന് ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ദോഷങ്ങളുണ്ടാവും അല്ലെ. അതിനെന്തായാലും എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടാവും. അത് ഏതൊരു ഇൻസ്ട്രുമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ഉണ്ടാവില്ല അല്ലെ. എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ ഇവിടെ വരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ലിമിറ്റേഷൻസ്. അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് വെരി ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ കോസ്റ്റ്, ഇൻസ്ട്രുമെന്റ് കോസ്റ്റ് എന്ന് പറയുന്ന അധികം വരുന്നുണ്ട്. ഏകദേശം 2 crores 2 കോടിയിലേറെ രൂപയൊക്കെ ഏകദേശം വരുന്നുണ്ട്. ഓക്കെ, ഇൻ ഫ്യൂച്ചർ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കോസ്റ്റ് കുറയാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. ആൻഡ് സം കൈൻഡ് ഓഫ് ഇൻഹറന്റ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സം ഓർഗാനിസംസ്. ചില ഓർഗാനിസംസ് തമ്മിൽ ചില ഇൻഹറന്റ് സിമിലാരിറ്റീസ് ഉണ്ട്. ഈ റൈബോസോമൽ പ്രോട്ടീൻ പാറ്റേൺസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഫിംഗർ പ്രിന്റ് ഓഫ് ബാക്ടീരിയ എന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചില ബാക്ടീരിയകൾ തമ്മിൽ ചില ഇൻഹറന്റ് സിമിലാരിറ്റീസുകൾ കാണിക്കുന്നുണ്ട്, ലൈക്ക് ഈക്കോളയും ഷിഗല്ലയും. സോ ഈക്കോളയുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഷിഗല്ലയുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്, സിമിലർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈക്കോളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മേ ബി എ ചാൻസ് ഫോർ ഷിഗല്ല ആയേക്കാം. അല്ലെങ്കിൽ ഷിഗല്ലയാണ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മേ ബി എ ചാൻസ് ഫോർ ദ ഈക്കോളെ. സോ അതുകൊണ്ട് തന്നെ മെഷീനകത്ത് നമുക്കിപ്പോൾ ഈ ഈക്കോളയാണ് നമ്മളുടെ ടെസ്റ്റ് സാമ്പിളിൽ നിന്ന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷീനിൽ തന്നെ അവർ കാണിക്കും എന്താണ് ദർ ഇസ് എ ചാൻസ് ഫോർ ഷിഗല്ല ആവാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചു ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണേ എന്ന് മെഷീൻ നമ്മളോട് ജസ്റ്റ് പറയാറുണ്ട്.
പക്ഷെ പുതിയ അപ്ഡേഷൻസുകളിലൊന്നും അത്തരത്തിലുള്ള ആ ഒരു മിസ് ഐഡന്റിഫിക്കേഷൻസുകൾ വളരെ കുറവാണ്. മിസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. മിസ് ഐഡന്റിഫിക്കേഷന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏകദേശം 1% ഒക്കെ മിസ് ഐഡന്റിഫിക്കേഷൻസ് വരുന്നുള്ളൂ. വരുന്നില്ല എന്നല്ല, ഏകദേശം 1% ഒക്കെ വളരെ കുറവാണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു മിസ് ഐഡന്റിഫിക്കേഷൻസുകളുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് നമുക്ക് എന്താണ് ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലല്ല കണ്ടുപിടിക്കുന്നത്. അതിന്റെ ആ ഒരു സ്പെക്ട്രം, അതിന്റെ ഒരു പ്രോട്ടീൻ അനാലിസിസ് വെച്ചിട്ട് അതിന്റെ ആ ഒരു സ്പെക്ട്രം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് ദർ ഇസ് മേ ബി എ ചാൻസ് ഫോർ ദ മിസ് ഐഡന്റിഫിക്കേഷൻസ്. ഓക്കെ, മിസ് ഐഡന്റിഫിക്കേഷൻ ഈവൻ സീക്വൻസിംഗിൽ പോലും മിസ് ഐഡന്റിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ചില സ്റ്റഡികളിൽ സീക്വൻസിംഗ് വെച്ചിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയപ്പോൾ ഏകദേശം 99.9% അവിടെ ഈ കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് മാൾഡി ഈക്വൽ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് മാൾഡിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് മാൾഡി-ടോഫ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മാൾഡി-ടോഫ് MS. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ആ ഒരു പേര് മെട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് സ്പെക്ട്രോമെട്രി. ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ ഈ പേര് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേര് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു മെട്രിക്സിന്റെ സഹായത്തോടു കൂടി, മെട്രിക്സ് അസിസ്റ്റഡ് ഒരു മെട്രിക്സിന്റെ സഹായത്തോടു കൂടി ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ, ഒരു ലേസറിന്റെയും സഹായത്തോടു കൂടി അവിടെ അയണൈസേഷൻസ് നടക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഒരു ഫ്ലൈറ്റ് ട്യൂബിലൂടെ, ഒരു വാക്വം ട്യൂബിലൂടെ അത് മൂവ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. മാസ് സ്പെക്ട്രോമെട്രിയാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് അവിടുത്തെ മാൾഡി-ടോഫ് MS എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. Okay, so that's all about MALDI-TOF. These all are my references and acknowledgement. And then if there is any doubts, you can ask now. And if you have any doubts or your valuable feedback, feel free to contact me on this Gmail or WhatsApp number, or you can scan this QR code. Okay, so I think all of you clear. Okay, so if there is anyone have any doubts, you can ask now, or you can ask it through WhatsApp or Gmail. Okay, or you can scan this code on send your feedback on that. Okay, so thank you all. Thank you so much, Mr. You can ask Thank you me. so much, sir. Thank you so much. Manuela. Manuela. Excuse me. അഭിന PK ഉണ്ടോ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ? അഭിന കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് അഭിന ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചാറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് ഈ ഒരു ഇൻസ്ട്രുമെന്റിന് എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും, അതായത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡൗട്ട്സുകളായിട്ടുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാം. സാർ ഇതിനകത്ത് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ഫാൾസ് പോസിറ്റിവിറ്റി, ഫാൾസ് നെഗറ്റിവിറ്റി ഒക്കെ പറഞ്ഞോ? എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. So thank you all. With technology we can achieve the unimaginable world. Okay, so thank you all. Good night all. ഒരു മിനിറ്റ്, അഭിന ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയൂ. സർ, ഞാനൊരു കുറച്ച് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. എന്നാലും എനിക്ക് മാൽഡി-ടോഫിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഈ ക്ലാസ് വളരെ നല്ലതായിരുന്നു. വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് തന്നെ അൻസാർ പറഞ്ഞു. താങ്ക് യു അൻസാർ. Thank you so much. Thank you all. Good night.